നമ്മുടെ സംസ്ഥാന സഹകരണ എക്സാമിനേഷൻ ബോർഡിന്റെ സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ ചെയർമാൻ? UC രാജീവ്. SU രാജീവ്. അല്ലേ? പിന്നെ കേരളത്തിൽ നാളികേര സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? കേരഫെഡാണ്. അത് സ്ഥാപിതമായ വർഷം എന്താണെന്ന് അറിയാവോ? ഓർക്കുന്നുണ്ടോ? 1987. അതിന്റെ ആസ്ഥാനം എവിടാന്നറിയാവോ? തിരുവനന്തപുരം. അപ്പം നാളികേര സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് സ്ഥാപനമാണ് കേരഫെഡ്. കേരഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 1987 ഇത് രൂപീകൃതമായത്. പിന്നെ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത വർഷം? 1964. അതിന്റെ വിൽപ്പനശാലകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ സുരഭി രൂപീകരിച്ചതും എന്താണെന്നറിയാമോ? 1964 ഓഗസ്റ്റ് 10. അപ്പം 2 ചോദ്യം. ഇത് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് സ്ഥാപനം രൂപീകരിച്ചതും 1964. സുരഭി ഓപ്പൺ ചെയ്തതും 1964 തന്നെയാണ്. ഈ നമ്മുടെ വനിതാ ഫെഡ് സ്ഥാപിതമായ വർഷം ഏതാണെന്നറിയാമോ? 20 ഡിസംബർ 2002. നമ്മുടെ കേരളത്തിലെയും ഏഷ്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എല്ലാവർക്കും അറിയാവുന്ന അത് രൂപീകരിച്ച ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? അതിന്റെ ആസ്ഥാനം എവിടാണ്? കോഴിക്കോട് വടകര. ഈ കേരളത്തിലെ നാളികേര കർഷക സഹകരണ സംഘങ്ങളുടെ പ്രവർത്തന പരിധി? അതാ കിഷോറെ, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ആ ക്വസ്റ്റ്യനകത്തൊരു ഡൗട്ട് ഉണ്ട്, അതാ ഞാൻ ചോദിക്കുന്നത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതല്ലേ? ക്ലാരിഫൈ ചെയ്യണം. അതായത് അപ്പെക്സ് സംഘം എന്നാണെങ്കിൽ കേരളം മുഴുവൻ, മറ്റേതാണെങ്കിൽ നമ്മുടെ അത് എന്താന്നുള്ളത് ഒന്ന് കറക്റ്റ് ചെയ്യണം. അതാണ് അതൊക്കെ ആ ക്വസ്റ്റ്യനകത്ത് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ കേരഫെഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ചാമുണ്ണി അല്ലേ? ചാമുണ്ണി. കേരഫെഡിന്റെ ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം എത്ര? 18. സുരഭി അത് നമ്മൾ നേരത്തെ വന്നിട്ടുള്ള ICI സ്ഥിരാംഗത്വമുള്ള ഇന്ത്യയിലെ ഏക പ്രൈമറി സഹകരണ സംഘം? അത് അപ്പെക്സ് സംഘമല്ല. അപ്പെക്സ് സംഘമല്ലാത്ത പ്രൈമറി സംഘമാണ് അല്ലേ? KYC ഏത് ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്? KYC കാർണഷി ഓർഡറിൽ മൂന്നാമത്തെ കക്ഷി ആരാണ്? കാർണഷി ഓർഡറിൽ നമ്മൾ പഠിച്ചതാണ്. മൂന്നാമത്തെ കക്ഷി ബാങ്കാണ്. കാർണഷി ഓർഡർ പുറപ്പെടുവിക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് തോന്നുന്നു അല്ലേ? അതെ, വെറും കോടതി എന്ന് പറഞ്ഞാൽ പോരാ, സിവിൽ കോടതി എന്ന് പറയണം. അവിടെ വെറും കോടതിയല്ല, സിവിൽ കോടതി അല്ലേ? അവിടെ ചിലപ്പോ നമ്മുടെ ഓപ്ഷൻസിൽ കോടതി, സിവിൽ കോടതി എന്ന് വന്നു കഴിഞ്ഞാൽ സിവിൽ കോടതി അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. നമ്മുടെ കേരഫെഡ് ഉത്പാദിപ്പിക്കുന്ന ഹെർബൽ ഓയിൽ ഏതാണെന്നറിയോ? കേരകാന്തി എന്ന ബ്രാൻഡിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഏത് സഹകരണ സംഘത്തിന്റെ
കീഴിലാണ്. ഈ ചോദ്യങ്ങൾ ഉണ്ടല്ലോ, കേരകങ്ങളുടെ ചോദ്യങ്ങൾ ശരിക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്താ കാരണം വെച്ചാല് അത് നമ്മള് കേരഫെഡാന്ന് തോന്നും. അത് സാറിനെ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ആ ഭാഗം കുറച്ച് ശ്രദ്ധിച്ചാൽ നന്നാവില്ലേ സർ? ഓക്കെ അന്നേരം സാർ ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യാവോ? ഇല്ല, സാറിനെടുത്തോളൂ. ഇല്ല കുഴപ്പമില്ല, തുടങ്ങിക്കോ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, താങ്ക് യു സർ. സുരഭിയുടെ ആസ്ഥാനം സ്ഥാപിച്ച വർഷം 1964. അതിനെ സുരഭിയുടെ ആസ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ട്, സ്ഥാപിച്ച വർഷം. ആസ്ഥാനം എറണാകുളം. കേരളത്തിലെ കരകൗശല മേഖലയെ കലാകാരന്മാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനും വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ് ഡാഷ്. സുരഭി. അത് ഏത് കൊല്ലത്തിലായിരുന്നു അത്? SPCS അത് ഏത് സംഘടന ആസ്പദമായിട്ടാണ് വരുന്നത്? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. എഴുത്തുകാരുടെയും കലാകാരന്മാരെയും ഉന്നമന ലക്ഷ്യവും പ്രവർത്തിക്കുന്നു. അതിന് സ്ഥാപക നേതാവ് ആരെ എന്ന് ചോദിച്ചാൽ ആരെ പറയാതെയോ? DC കിഴക്കേമുറി. അതെ, ഏറ്റവും പ്രധാനി ആരാണ്? അതായത് നമ്മള് ഇതിന്റെ യഥാർത്ഥം പറയുമ്പോ MP പോളിനെ കൂടുതൽ പറയേണ്ടത്. ഓക്കെ, അധികം ചോദ്യങ്ങൾ MP പോളിന്റെ വേറെ മതിയൊന്നുമില്ല. നമ്മള് പഠിച്ചേക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ MP പോളാണ് കൂടുതൽ ചോദിക്കുക. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. ഹലോ, SPCSലെ ആദ്യം ഏത് കഥകളാണ് പ്രചരിപ്പിച്ചു തുടങ്ങിയത്? തകഴിയുടെ കഥകൾ. അതെന്നാണ് പ്രചരിപ്പിച്ചു തുടങ്ങിയത്? 1940 ഡിസംബർ. ഹലോ, ഡിസംബർ 1945 ഡിസംബറിൽ കേരളത്തിലെ കയർ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് സ്ഥാപിതമായത്. എവിടെയാണ്? ആലപ്പുഴ. ഏത് കൊല്ലത്തിലായിരുന്നു? അതിന്റെ ചെയർമാൻ ആരാണെന്നറിയാവോ? കയർഫെഡിന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്നറിയാവോ? ദേവകുമാർ. എന്തോ അറിയാമോ ആർക്കെങ്കിലും? ദേവകുമാർ അല്ലേ? സഖാവിന്റെ പേര് ഓർമ്മ വന്നത് പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ ഈ കയർ ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോ ആലപ്പുഴ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലത്. ആലപ്പുഴയിലാണല്ലോ കയറ്. ഹലോ, പൂന്തോട്ട നിർമ്മാണം ഇവ തുടങ്ങിയ പദ്ധതികൾക്ക് പറയുന്ന ഒരു പേരുണ്ട്, കോക്കോപീത്ത്. അപ്പൊ കോക്കോപീത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്നുള്ള ചോദ്യം അങ്ങനെയും വരാം. ഹലോ, കണ്ടിന്യൂ ചെയ്യില്ലേ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മണ്ണൊലിപ്പ് തടയുന്നതിനും റോഡുകൾ നിർമ്മിക്കുന്നതിനും കയർ ജിയോടെക് ഉപയോഗിക്കുന്ന പദ്ധതി അതിന് ഒരു പ്രത്യേക പദ്ധതിയുടെ പേരുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? കയർ ഭൂവസ്ത്ര പദ്ധതി. കയർ ഭൂവസ്ത്ര പദ്ധതി.
അങ്ങനെയുണ്ട്. അതെ അതെ. അല്ലെങ്കിൽ കയർ ഭൂവസ്ത്ര പദ്ധതി ഇങ്ങോട്ടും ചോദ്യം വരാം, ചോദ്യം തിരിച്ചും മറിച്ചും വരാം. കേരളത്തിലെ റബ്ബർ കർഷകരുടെ ഉന്നമനം 1947 സ്ഥാപിതമായ സഹകരണ സ്ഥാപനം. 97 റബ്കോ. റബ്കോ 97. പിന്നെ ഹലോ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് പല ഉൽപ്പന്നങ്ങളും അതിന്റെ സ്ഥാപിതമായ കാര്യങ്ങളൊക്കെ വരുമ്പോ അധികവും 56 ശേഷം എന്നുള്ളത് കണക്കൂട്ടി. 1956 ശേഷം ഒരുവിധമൊക്കെ അതിൽ ഹലോ ഈ കേരളത്തിന്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും 1956 ശേഷമാവുമല്ലോ, സ്ഥാപിതമായതിനു ശേഷമാവുമല്ലോ. ശരിയാണ്. അതിൽ നിന്ന് വിഭിന്നമായി ഒറ്റ ഒന്നേ ഉള്ളൂ, അത് ഏതാണ്? ഊരാളുകൾ. 100 വർഷത്തിന് മുമ്പ്, അത് നമ്മൾ മറക്കില്ല. അത് മറക്കില്ല. അതായത് അത് 1925 എന്നുള്ളത് 2025. അപ്പൊ 100 വർഷത്തിന് പിന്നിൽ. അപ്പൊ സാറ് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു അല്ലെ? അതാണ് ഒരു ക്ലിക്ക് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല അത്. അതെ അതാണ് നമ്മൾ എങ്ങനെ നമ്മളെ സത്യത്തിൽ ഇത് കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഓരോ ഓപ്ഷൻസ് തരും. അപ്പൊ ആ ഓപ്ഷൻസിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതാണല്ലോ നമ്മൾ സാറ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു 3 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 3 ഓപ്ഷൻസ് അതെ 4 ഞാനിതുവരെയായിട്ട് അങ്ങനത്തെ ടെസ്റ്റുകളൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. OMR ടെസ്റ്റുകളൊന്നും ഞാൻ എഴുതിയിട്ടില്ല. 4 ഓപ്ഷൻസ്. പക്ഷെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. എന്തായാലും 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഓപ്ഷനിലേക്ക് എത്തുക എങ്ങനെയെന്നുള്ളത് സാറ് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളിത് അങ്ങനെ പറഞ്ഞു പോകുന്നതിന് ഇടയിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. 1972 രൂപീകരിച്ച കാർഷിക വ്യവസായ വികസന സഹകരണ സ്ഥാപനം റെയ്ഡ്കോ. ഈ റെയ്ഡ്കോ എന്താ നിർമ്മിക്കുന്നത്? നമ്മളെ എന്താ റെയ്ഡ്കോന്റെ ഉൽപ്പന്നങ്ങൾ എന്താ? കൃഷി ഉപകരണങ്ങളും മെയിനായിട്ട് റെയ്ഡ്കോ റബ്ബർ ഉൽപ്പന്നങ്ങളല്ലേ? അല്ല, അങ്ങനെയുള്ള യന്ത്രങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. റെയ്ഡ്കോ അതേമാതിരി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് റെയ്ഡ്കോ കറി പൗഡറുകളൊക്കെ നിർമ്മിക്കുന്നുണ്ടല്ലോ, ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും നമ്മൾ എന്താ അറിയോ, ഏതെങ്കിലും ഒരു പ്രത്യേകത എന്തിനേലും കാണുന്നുണ്ടാവും. അതായിരിക്കും കൂടുതൽ ചോദ്യങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. അതായത് എന്തിന് നിർമ്മിച്ചു എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാവും അല്ലേ? പ്രധാന ഉദ്ദേശം ഉണ്ടാവും. ചിലപ്പോ അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് ഉപോൽപ്പന്നങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നത് അല്ലെ? അപ്പൊ ഉപോൽപ്പന്നങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതും ഇതിൽ ചില കാര്യത്തിൽ വരുന്നുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിള് നമ്മളെ ബീഡി തൊഴിലാളികളുടെ നിർമ്മാണത്തിൽ വരുമ്പോ, ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല, ഞാനത് കുറച്ചപ്പുറത്താണ്. പക്ഷെ അതിൽ വരുമ്പോ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം ഇപ്പൊ അവര് ഉണ്ടാക്കുന്നുണ്ട്. ഏതാ? ദിനേശ് ബീഡി. അവര് വിജയിക്കാതെ വരുമ്പോ പക്ഷെ ഇപ്പൊ അവര് അവരെ ഒരു ക്യാമറ ഒരു പ്രത്യേകതരം ക്യാമറ, അതായത് ഈ നൈറ്റ് വാച്ച് ക്യാമറ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ അത് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഹലോ, ഓക്കെ. ഇനി അടുത്ത സാറ് പറയട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പറഞ്ഞു. പഠിച്ചിട്ടൊന്നുമില്ല, ഒക്കെ തിരക്കാനില്ല, അവർക്ക് ഓരോ കാര്യങ്ങളായിട്ട്. അല്ല, ആരുമില്ല. ഞാനിപ്പോ ഇപ്പൊ ഇതെടുത്ത് വന്നിട്ടേ ഉള്ളൂ. നല്ല രസമാണ്. നമുക്കറിയോ, ഹലോ, ഒരു കാര്യം പറയട്ടെ. നമ്മള് മറ്റുള്ളവർ
പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു പഠനം വേറെ കിട്ടും. ഒരു കാര്യം ഞാൻ സ്ക്രീനിൽ കൂടെ ഷെയർ ചെയ്യും. അതെ, നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കുക കൂടുതൽ. ചിലപ്പോ തെറ്റുകൾ ഉണ്ടാവാം, അതൊന്നും നമ്മൾ ബോധർ ചെയ്യണ്ട. ഇനി വേറെ ക്ലാസ് ആരാഞ്ഞ് ക്ലാസ് എടുക്കണേ പറയൂ. മുന്നോട്ട് വരൂ. പ്രിന്റ് ഇല്ല. ആരാണ്? പ്രിന്റ് എടുത്തില്ല. എടുത്തവര് പറയൂ. എടുത്തില്ല. ആരാ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാം. അനുസറിയ ഒരാളോട് പറയാൻ പറയൂ. എന്നാ പ്രൊസീഡ് തന്നെ പറ. ഓക്കെ, താങ്ക് യു. അയ്യോ, ഞാൻ പ്രിന്റ് എടുത്തില്ല, ഞാൻ നോക്കാം PDF. അല്ല, നമ്മൾ ഇത്രയും ദിവസം പഠിച്ച സാധനം പഠിച്ചതല്ല. ശരി. എന്തെങ്കിലും മതി, എന്തെങ്കിലും തുടങ്ങി. എല്ലാരും റെഡി ആക്കിയിരുന്നോണേ കേട്ടോ. നമ്മളെല്ലാരും മെനക്കെട്ടിരിക്കുന്നത് കുറച്ചൊക്കെ അറിവുകൾ എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയാണ്. അതൊന്ന് ഓർക്കണം. അതിന് മാർക്കറ്റിംഗ്. ഹലോ, ആരൊന്നും പറയട്ടെ. റോച്ചഡേ സഹകരണ തത്വം നിലയിൽ വന്ന വർഷം തത്വങ്ങൾ 1960. 1860. സോറി. 1844 റോച്ചഡേയിൽ വന്നത്. 1946 സാർ തത്വങ്ങൾ? 1860. 1844. ആദ്യം റോച്ചഡേ വന്നത്. അവൻ തത്വങ്ങൾ ഉണ്ടായിരുന്നു. അത് പുനരാവിഷ്കരിച്ചു. അത് 1844 രൂപീകരിച്ചു. 1860 തത്വം നിലവിൽ വന്നു. പിന്നീട് അത് വീണ്ടും പുനരാവിഷ്കരിച്ചു 1895. ഹൗസ് ബെഡ് കേരള തത്വങ്ങളുണ്ട്. അത് ICI രൂപീകരിച്ച് കഴിഞ്ഞിട്ട് വേറെ തത്വങ്ങളുണ്ട്. 1966 തത്വങ്ങളുണ്ട്. ആ പാട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ കയറി വന്നിട്ടില്ല അല്ലേ? സർവേ കമ്മിറ്റി നിലവിൽ വന്നത് 1966. അധ്യക്ഷൻ DJ കാർവേ. അങ്ങനെ കുറച്ച് നോട്ട്സ് മാത്രമേ കയ്യിലുള്ളൂ. സർവേ കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി 1966. 66. 6 തത്വങ്ങൾ തന്നെയാണ് ഉള്ളത്. നിലവിലുണ്ടായിരുന്ന 7 തത്വങ്ങൾ. കാർവേക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തത്വം ഉണ്ടായില്ലേ? സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം. യെസ്, അതന്നെ. കാർവേ ആരാണ്? അയാളുടെ ഫുൾ നെയിം ഒന്ന് പറയാൻ പറ്റുമോ? DJ കാർവേ. ദത്താത്രേയ. അയ്യോ, അത് എഴുതിയിട്ടില്ല. ദത്താത്രേയ ഗോപാലക്കാർ. അതെ, ഇന്ത്യക്കാരനാണ്. ഇന്ത്യ ഏത് സഹകരണ സംഘങ്ങളെ കണ്ടാണ് പഠിച്ചത്? ജർമ്മനിയിലെ ഏത് സംഘങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും ജർമ്മനിയിലെ ഏത് സംഘങ്ങളുടെ കണ്ടുപിടിക്കുന്നത്? സഹകരണ സംഘങ്ങളെ.
അതന്നെ ആ സഹകരണ സംഘങ്ങളുടെ സ്ഥാപകൻ ആരായിരുന്നു? ജർമ്മനി. അതിന് ഇന്ത്യയില് അതിന് പറയുന്ന ഒരു പേരുണ്ട്. അത് എന്ത് പേരിലാണെന്ന് വന്ന് അത് അവിടെ പോയി വന്നപ്പോ ആരായിരുന്നു ജർമ്മനിക്ക് പഠനത്തിനയച്ചത്? ആരായിരുന്നു ജർമ്മനിയിലേക്ക് പഠനത്തിനയച്ചത്? അത് ഏതിന്റെ കീഴിലായിരുന്നു ഫെഡറിക് നിക്കോൾസൺ ജർമ്മനിയിലേക്ക് ഏത് പ്രവൃത്തിയുടെ കീഴിലായിരുന്നു? ഏത് പ്രവൃത്തിയുടെ കീഴിലായിരുന്നു? മദ്രാസ് പ്രവൃത്തിയുടെ കീഴിലായിരുന്നു. പ്രസ്ഥാനം വന്നത് ഏത് കൊല്ലാണ്? 1904 അല്ല? കിഷോറെ കുറച്ച് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഹലോ, 1904 ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് അല്ലേ? അതെ അതെ അതെ. നമുക്ക് പ്രിന്റഡ് പേജിൽ പോകാം. ഇതിൽ പ്രിന്റഡിൽ അതില്ല. ഈ കാര്യങ്ങൾ പ്രിന്റഡ് പേജിൽ പോവായിരിക്കും കൂടുതൽ നന്നാവുക. അപ്പൊ നമ്മളെ ബുദ്ധി നിൽക്കുന്നത് പറയുന്ന കാര്യങ്ങളാണ്. ഹലോ ഹലോ കേൾക്കാം പറഞ്ഞു. യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റിയിൽ നിന്നും ധനസഹായം ലഭിച്ച ഫെഡറേഷൻ ഏതാണ്? ഇതൊക്കെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ. ഓക്കെ, കേരളത്തിലെ പ്രാഥമിക കരകൗശല സംഘങ്ങളുടെ അപെക്സ് ഫെഡറേഷൻ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? കുറെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കുറെ ആവർത്തിച്ചിട്ടുണ്ട് സാറേ. ശരിയാ. ഓക്കെ ഓക്കെ. ഊരാടുങ്ങൾ ഹലോ ഊരാടുങ്ങൾ നടത്തിയ ചില പദ്ധതികൾ ഒന്ന് പറയാമോ ഓരോരുത്തര്? പറയാമോ. കോഴിക്കോട് സുനാവനം പദ്ധതി, വയലോ അല്ലല്ലോ, ഈ കോഴിക്കോട് സരോവരം പദ്ധതി അതെ ഒന്ന് ഡിഫൈൻ ചെയ്യോ? കനോലി കനാലിന്റെ സംരക്ഷണാർത്ഥം ഉണ്ടാക്കിയ പദ്ധതിയാണ്. കനോലി കനാലിന്റെ അതെ 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 അതെ. കാപ്പാട് ബീച്ച് നവീകരിച്ചു. അരയിടത്ത് പാലം, ക്രാഫ്റ്റ് വില്ലേജ്, അരയിടത്ത് പാലം, ആലപ്പുഴ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ കെയർ ഹോം, പാർപ്പിട സമുച്ചയം, ഊരാളുകൾ സംഘം. അതെ അതെ അതെ. അതിലേറ്റവും പ്രധാനം ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ചോദിക്കുന്നത് ഈ കോഴിക്കോട് സരോവരം പദ്ധതി ഒന്ന് ചോദിക്കും. ഹലോ, പാലം ചോദിക്കും, കാപ്പാട് ബീച്ച് ചോദിക്കും. അത് മെയിനായിട്ട് ചോദിക്കുന്ന ജനങ്ങളായിരിക്കും. ഈ അത് മാത്രമല്ല, പുതുതായിട്ട് ഒരുപാട് പദ്ധതികള് സൈബർ പാർക്ക് കോഴിക്കോട്. അതെ, എത്രത്തോളം പദ്ധതികള് ഊരാളുകളുടെ കീഴിൽ കഴിഞ്ഞു എന്നാ പറഞ്ഞത് ഇപ്പൊ നിലവില്? കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തുമ്പാക്കം. ഹലോ ഹലോ ഊരാളുകളിൽ സംഭവം അത് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ? വരാനുള്ള കാരണം എന്താ? ഹലോ
ഊരാളത്തിൽ എന്നുള്ള പേര് അതുമായി എന്താണ് മനസ്സിലാവണം അതിന്റെ ഒരു അതിന്റെ ഫുള്ള് നെയിം അതിനെ കുറിച്ച് കിട്ടില്ല. ഊരാളുങ്കൽ അത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ഒരു പറഞ്ഞതാണ്. കുഴപ്പമില്ല, നല്ല കാര്യങ്ങളാണ്. നമുക്കിതില് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്റെ പേര് അങ്ങനെ ഇട്ടതാണോ? അതായത് ഇതേ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഹലോ, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അതായത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വാഗ്ബടാനന്ദ ഗുരു അയാളൊരു സന്യാസിയായിരുന്നു. 14 ശിഷ്യന്മാരെ കൂടിയിട്ട് അയാൾ ഈ തൊഴിൽ മേഖലയെ പുഷ്ടിപ്പെടുത്താനും തൊഴിലാണ് നമ്മുടെ ഏറ്റവും വലിയ അന്നമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലാളികളെ രൂപീകരിച്ചു കൊണ്ട് തുടങ്ങിയ ഒരു ചെറിയ പദ്ധതിയാണ്. അത് ആദ്യം ഐക്യനാണയ സംഘമായിട്ടാണ് രൂപീകരിച്ചത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെ, പിന്നെ ഇത് ICL സ്ഥിരാംഗത്വം ലഭിച്ച പ്രൈമറി ഇന്ത്യയിലെ ഇതൊക്കെ അതിന്റെ ഒരു സവിശേഷതയാണ്. അംഗത്വം ലഭിച്ചത് 2019 365 തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം. പിന്നെ നമുക്ക് ഇന്ന് കേരളത്തിലെ സഹകരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന ഊരാളുങ്കൽ. സംശയിക്കാനില്ല. എന്നാൽ അതുകൊണ്ട് ഊരാളുങ്കലിന് എന്തായാലും വരും. ഒരു 2 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. 1925 ഫെബ്രുവരി 13 സ്ഥാപിതമായത്. അതെ, ഇപ്പൊ 100-ാം വർഷം കഴിഞ്ഞു. അത് 100-ആണ്. നമുക്ക് അതിന്റെ ഉള്ളിൽ 100-ാം വർഷം കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഹലോ, ഓക്കെ. മത്സ്യവിപണനം നടത്തുന്ന സ്ഥാപനത്തിന്റെ പേര് കേട്ടില്ല. അല്ല, തീരപ്രദേശങ്ങളിൽ വിപണനം നടത്തുന്ന സ്ഥാപനത്തിന്റെ വ്യാസ. അത് മത്സ്യബന്ധനത്തിൽ തന്നെയാണ്. വ്യാസ സ്റ്റോറുകൾ. അതായത് വ്യാസ സ്റ്റോറുകൾ എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങളാണ് അതിന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്? അതെ, മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന അവരെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് അതിൽ വരുന്നത്. ഹലോ, മത്സ്യബന്ധനത്തിന്റെ ഹാർച്ചറികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? എന്താ ഈ ഹാർച്ചറികൾ എന്ന് പറഞ്ഞാൽ? അയ്യോ, കണ്ണൂർ. അതെ, മലപ്പുറം, തൃശ്ശൂർ, കയ്പമംഗലൂർ, മാപ്പിള ബേ. പക്ഷെ എന്താ ഹാർച്ചറികൾ എന്ന് പറഞ്ഞാൽ? ചെമ്മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ചെമ്മീൻ കുഞ്ഞുങ്ങളെ മാത്രമാണോ ഹാർച്ചറികൾ എന്ന് പറയുന്നത്? ഹാർച്ചറികൾ എന്ന് പറഞ്ഞാൽ മീൻ കുഞ്ഞുങ്ങളെ മത്സ്യകുഞ്ഞുങ്ങൾ എല്ലാം ചെമ്മീൻ കുഞ്ഞുങ്ങളെ മാത്രമല്ല. ചെമ്മീൻ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പൊതുവെ മത്സ്യകുഞ്ഞുങ്ങളെല്ലാം. ഹാർച്ചറികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗങ്ങളിൽ ഞണ്ട് കൃഷിയൊക്കെ നടത്തുന്നു. അതെ. ഹാർച്ചറികൾ എന്ന് പറഞ്ഞാൽ അതിനെ വികസിപ്പിച്ചെടുക്കുന്ന, അതായത് കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലം. അതാണ് ബാങ്കിങ്ങിലേക്ക്. ഓക്കെ സർ. ഒരു ബാങ്കറും ഇടപാടുകാരനും തമ്മിലുള്ള ബന്ധം എന്നത് ബാങ്കർ ഇടപാടുകാരന് നൽകുന്ന എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? സർവീസ്. സേവനം. അത് തന്നെ, സേവനം. അതായത് നമ്മളൊക്കെ പറ്റാവുന്ന ഒരു എനിക്കിപ്പോ മനസ്സിലായിടത്തോളം നമ്മൾ പൂർണ്ണമായിട്ട് ചോദ്യങ്ങൾ വായിക്കാതിരിക്കും. അത് വലിയ പ്രശ്നമാവും കേട്ടോ. സത്യമാണ്.
അത് നമ്മള് ഒന്നാമത് നമ്മളെ മടിയാണ് അതിന് കാരണം. എന്നെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് വായിക്കല് കമ്മിയാണ്. വായനാശീലം പണ്ടുണ്ടായിരുന്നില്ല തീരെ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഹലോ ഞാന് 10ാം ക്ലാസ് ഫെയിലായ ഒരു വ്യക്തിയായിരുന്നു. ഇനി അതും കൂടി പറഞ്ഞുതരാം. കേട്ടാ പറയില്ല. ഇനി ഞാൻ പറഞ്ഞു 10ാം ക്ലാസ് ഫെയിലായ ഒരു വ്യക്തിയാണ്. എന്റെ 10ാം ക്ലാസ്സിലെ ശരിക്കും ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് 107 മാർക്കാണ്. ഇനി ഇതിനെ കുറിച്ച് എനിക്ക് പറയണം. കംപ്ലീറ്റ് പറഞ്ഞു തന്നിട്ട് ഞാൻ തുടങ്ങാം. ഹലോ, എന്റെ പെങ്ങന്മാരുടെ ടീച്ചേഴ്സായിരുന്നു. അത് കൊളവാകും. ഒരു കുഴപ്പമില്ല. ഞാനോട് കൂടെ ഉണ്ട്. ഞാനും തോറ്റുണ്ട്. ബാങ്കിൽ കയറിയതിനു ശേഷമാണ് ഞാൻ തുല്യതയിലൂടെ ക്ലാസ് പാസ്സാവുകയും JDC ഫസ്റ്റ് ക്ലാസ്സോടെ 370 മാർക്ക് വാങ്ങി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുകയും നമ്മളെന്താ പറയാ, നമ്മുടെ യോഗ്യത ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കടക്കുകയാണ് നല്ലത്. ഇത് കുറെ സമയം പറ്റിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ക്ലാസ് കണ്ടില്ലേ, ഒരു ബാങ്കറും ഇടപാടുകാരനും തമ്മിലുള്ള ബന്ധം എന്നത് ബാങ്കർ ഇടപാടുകാരൻ നൽകുന്ന എന്തിനാശ്രയിക്കുന്നു? സേവനത്തിന്. ഓക്കെ. 18 വയസ്സ് പൂർത്തിയാക്കാത്ത വ്യക്തിയെ പറയുന്നത് മൈനർ. എന്നാൽ എന്ത്? 18 വയസ്സ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മൈനർ എന്ന് വിളിക്കുന്നു. ഹലോ, പിന്നെ ഹലോ അതെ, കേൾക്കാം. ഈ മൈനർ എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റിനെയും പറയാറുണ്ട്. നമ്മളെ അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരും കേട്ടോ. അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹത്തിലെ പ്രതിഷ്ഠയെ മൈനർ എന്നാണ് പറയുന്നത്. പെട്ടെന്ന് മനസ്സിലാവാനാട്ടോ. മൈനർക്ക് ഒരു രക്ഷാധികാരിയെ കോടതിക്ക് നിയമിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വയസ്സ് വരെ മൈനർ ആയി തുടരും? 21. നിരക്ഷരനായ വ്യക്തിക്ക് ഏതെല്ലാം അക്കൗണ്ടുകൾ തുറന്ന് അനുവദിക്കാറുള്ളത്? അതെ, സ്ഥിര നിക്ഷേപങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, കാസ ഡെപ്പോസിറ്റുകൾ എന്നും പറയാട്ടോ. കാസാ നിക്ഷേപങ്ങൾ എന്ന് പറയാം. അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾ സാക്ഷി വേണം. സാക്ഷികളുടെ സാക്ഷ്യത്തിൽ നേരിട്ട് വരണം അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാനേജറുടെ മുമ്പിൽ വെച്ചിട്ട് ഒപ്പിടണമെന്ന് നോക്കില്ലേ? RBI ആക്ട് നിലവിൽ വന്ന വർഷം 1946. VR ആക്ടോ 49 VR ആക്ട്. ഹലോ, 1949. സാറേ ഇവിടെ 46 തെറ്റല്ലേ സാറേ? അത് വർഷമാണ്. ഹലോ, അവിടെ ക്ലാരിഫൈ എന്താന്നുള്ളത് 1949 BR ആക്ട് അല്ലേ? പക്ഷെ ഇവിടെ 46 കഴിഞ്ഞിട്ടുണ്ട്. 46 അത് 49 തിരുത്തണ്ടേ സാറേ? 5B. 1949 അതാണ്. 5B.
ഓക്കെ. പക്ഷെ ഇവിടെ മൈനർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന പരമാവധി പ്രായപരിധി 10 വയസ്സ് എഴുതിയിട്ടുണ്ട്. 10 വയസ്സാണ് അല്ലേ? അതെ, മൈനർക്ക് ഒരു അക്കൗണ്ട് സ്വയം ഓപ്പറേറ്റ് ചെയ്യാവുന്ന പ്രായപരിധിയാണ് 10 വയസ്സ്. അത് തെറ്റാണ് സാറേ. അവിടെ നമ്മുടെ ഗാർഡിയൻ വേണ്ടേ? ഗാർഡിയൻ വേണം. ഗാർഡിയൻ വേണം. എനിക്ക് അന്നും അത് മനസ്സിലായില്ലായിരുന്നു. ഹലോ, ഹലോ. മൈനർക്ക് ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ അവരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 10 വയസ്സിന് ഒരു പ്രായപരിധി വെച്ചിട്ടില്ല. 18 വയസ്സ് വരെ മൈനറായി തുടരും, അല്ലെങ്കിൽ 21 വയസ്സ് വരെ. പക്ഷെ ഈ ചോദ്യം തെറ്റാണ്. മൈനർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന പ്രായപരിധി 10 വയസ്സ് തെറ്റാണ്. അവിടെ പക്ഷെ ടീച്ചർ ക്ലാസ്സിലും പറഞ്ഞിരുന്നു 10 വയസ്സിന് താഴെയുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമല്ലോ രക്ഷകർത്താക്കളുടെ. 10 വയസ്സിന് ശേഷമുള്ള 10 വയസ്സൊക്കെ ഓപ്പൺ അല്ല, ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം. അതായത് മൈനർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്നുള്ളത് മാറ്റി ഓപ്പറേറ്റ് ചെയ്യാൻ എഴുതി വെക്കൂ. ശരിയല്ലേ സാറേ? അതെ, സ്വയം പ്രവർത്തിക്കാൻ അങ്ങനെ സ്വയം പ്രവർത്തിക്കാൻ 10 വയസ്സ് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ. ഹലോ ഹലോ, അതുമായി ബന്ധപ്പെട്ട പറയൂ. ക്ലാരിഫൈ ചെയ്തോളൂ. നമുക്ക് വലിയ അറിവൊന്നും ഇല്ലല്ലോ. അതെ, ഗ്രൂപ്പിൽ വരും അതിന്റെ മെസ്സേജ്. ഓക്കെ. ഗാർണിഷിംഗ് ഓർഡർ ഇനിയും പറയുന്നത് സിവിൽ കോടതിയോ കറക്റ്റ് ആയിട്ടുണ്ട്. KYC ഏത് ആക്ടിന് കീഴിലാണ് വരുന്നത്? പറയൂ. പറയൂ. പ്രിവെൻഷൻ മണി ലോണ്ടറിംഗ് അക്കൗണ്ട് തുടങ്ങാൻ പാടില്ലാത്ത വ്യക്തികൾ ആരൊക്കെയാണ്? ബുദ്ധിസ്ഥിരത. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹലോ, ചോദ്യം ചോദിക്കട്ടെ. അക്കൗണ്ട് തുടങ്ങാൻ പാടില്ലാത്ത വ്യക്തികൾ എന്ന് കൊടുത്തിട്ട്, ഹലോ, ഇപ്പോൾ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആൾ, ഹലോ, ഇപ്പോൾ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആൾ, മുൻപ് ബുദ്ധിസ്ഥിരത ഇല്ലാതിരുന്ന ആൾ, അങ്ങനെ രണ്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് സ്വീകരിക്കും? ഇപ്പോൾ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളെന്നാണോ മുൻപ് ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളെന്നാണോ നമ്മൾ സ്വീകരിക്കുക? ഇപ്പോൾ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആൾ, അതാണ് അതിന് യഥാർത്ഥ ഉത്തരം. ഹലോ, ആരോ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പറയൂ. അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ബുദ്ധിസ്ഥിരതയില്ലാത്ത ആള് അതിനെ പറയുമ്പോ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ബുദ്ധിസ്ഥിരതയില്ലാത്ത, അതായത് എപ്പോഴാണോ ബുദ്ധിസ്ഥിരത ഇല്ലാതെ ആവുന്നത് അപ്പോഴാണ് അയാൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലാതെ ആവുന്നത്. ഹലോ, ശരിയല്ലേ? ഓക്കെ. ചോദ്യത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയണത്. നാഫെഡിന്റെ അല്ല നാസ്കോബിന്റെ ആസ്ഥാനം മുംബൈ ഇമ്പോർട്ടന്റ് ആണേ. ബാക്കി കാലം ന്യൂഡൽഹിയല്ലേ വരുന്നത്. എല്ലാരും ശ്രദ്ധിച്ചിരുന്നു. ഈ നാസ്കോബ് എന്തുമായിട്ടൊരു കൂടി പ്രവർത്തിച്ചിരുന്നു? സോറി, ഹഡ്കോ ആണ്. ആരോടുമായിട്ട് കൂടി പ്രവർത്തിച്ചിരുന്നു? ഞാൻ എവിടെ കേട്ടിരുന്നു. അത് ഞാനിപ്പോ ഇങ്ങനെ ജസ്റ്റ് ആർക്കെങ്കിലും അറിവുണ്ടോ? ഹഡ്കോ അരുൺ സാറേ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കാം. നോക്കുവാ.
ഈ ഹഡ്കോ ഏതോ ഒരു സ്ഥാപനവുമായിട്ട് കൂടി പ്രവർത്തിക്കുന്നത് എവിടെ പഠിപ്പിച്ചതായിട്ട് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ചില ക്വസ്റ്റ്യൻസാ. അതെ, സുരഭിയെ ബന്ധപ്പെട്ടാണ് ഹഡ്കോ പറഞ്ഞത്. അതെ, ഹഡ്കോ പറഞ്ഞത്. LICയും ഹഡ്കോയും കൂടെ അല്ലേ സുരഭിക്ക്? അതെ 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 അതെ. വീടുകളും വർക്ക്ഷോപ്പുകളും നിർമ്മിച്ചു നൽകുന്നു ഹഡ്കോ. ഇനി പ്രധാനമായിട്ടേ ഹലോ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷന്റെ ആസ്ഥാനം എറണാകുളം. ഈ കാർഷിക വായ്പയുടെ കാലാവധി 18 മാസം. 18 മാസം. ഈ 18 മാസം മുതൽ 3 വർഷം വരെ. 18 മാസമാ. അതെ, 18 മാസം മുതൽ 3 വർഷം വരെ ഏത് കാർഷിക വായ്പയാണ് കൊടുക്കുന്നത്? മധ്യകാല വായ്പ. 5 വർഷം മുതൽ 10 വർഷം വരെ കൊടുക്കുന്ന വായ്പകൾ ഏതാണ്? ദീർഘകാല വായ്പകൾ കൊടുക്കുന്ന കാർഷിക ഏത് ബാങ്കിലാണ് ദീർഘകാല കാർഷിക വായ്പകൾ നൽകുക? PCRD അപ്പർ സ്ഥാപനം ഏതാ? KCRDB. അതെ, ഈ ദീർഘകാല വായ്പകൾ കൊടുക്കുന്നതിൽ ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി അതിൽ വരുന്നുണ്ട് കേട്ടോ. KCRDB ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ടാവില്ല. അതെ, ഓപ്ഷനിലെ ഇപ്പൊ FSS കൂടെ ഉണ്ടെങ്കിൽ ഈ KSKDB അല്ല, FSS, NHB, നാഷണൽ ഹൗസിംഗ് ബോർഡ് ഉണ്ടല്ലോ. ഇതൊക്കെ ദീർഘകാല വായ്പകൾ കൊടുക്കുന്ന. അത് കാർഷിക വായ്പകളാവില്ലല്ലോ. ഹൗസിംഗ് ബോർഡ് ദീർഘകാല വായ്പകൾ കൊടുക്കുന്നുണ്ട്. അത് ഹൗസിംഗ് ഡെവലപ്മെന്റിനാവില്ലേ? അതാണ്. പക്ഷേ 5 വർഷം മുതൽ 20 വർഷം വരെ വരുമ്പോഴേല് ഏതൊക്കെയാണ് ചോദിച്ചാൽ ചിലപ്പോ ഇതൊക്കെ അതിലുണ്ടാകും. പക്ഷെ ഇവിടെ കാർഷിക വായ്പ എന്നുള്ള ചോദ്യത്തിൽ അത് വരണം. കാർഷിക വായ്പ എന്നുണ്ടെങ്കിൽ FSSകളും നമ്മുടെ KSKDB. അതെ, ഈ PCRDBകള് വായ്പകൾ നൽകുന്നതിനുള്ള ഫണ്ട് എവിടുന്നാ വരണേ? PCRDBകൾക്ക് KSKDBയിൽ നിന്നാണ് ഫണ്ട് കൊടുക്കുന്നത്. സഹകരണത്തോടു കൂടിയാണ് ഫണ്ട് കിട്ടുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പോ ഈ KCRDB ആണോ PCRDB ആണോ നമ്മൾക്ക് നിക്ഷേപ സമാഹരണം എന്നാണ് വെച്ചിട്ടുള്ളത്? ഹലോ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. KCRDB ആണോ KCRDB ആണോ നിക്ഷേപ സമാഹരണം വെച്ചിട്ടുള്ളത്? KSKDB ബാങ്കുകളാണ് നിക്ഷേപ സമാഹരണം ഞാൻ വെച്ചിട്ടുള്ളത്. അത് ഏത് കൊല്ലത്തിലാ? 2012 അല്ലേ? 2012 പക്ഷെ എല്ലാവരും PCRDB ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഹലോ, PCRDB അല്ല. PCRDBക്ക് നിക്ഷേപം സ്വീകരിക്കാനുള്ള കഴിവില്ല. ഇല്ല, KSKDBക്ക് മാത്രമേ കടപ്പത്രങ്ങളും നിക്ഷേപ സമാഹരണം നടത്താനുള്ള ഇതുള്ളൂ. ഈ കടപ്പത്രങ്ങൾ ഏത് മുഖാന്തരാണ് കടപ്പത്രങ്ങൾ ഉണ്ടാക്കുന്നത്? എന്താണ് കടപ്പത്രങ്ങൾ രൂപീകരിക്കുന്നത്? ഏത് മുഖാന്തര? എന്ത് മുഖാന്തരാണ് കടപ്പത്രങ്ങൾ സമാഹരിക്കുന്നത്? രീതി അറിയോ ആർക്കേലും? അതന്നെ, കടപ്പത്രങ്ങള്, ഡിബഞ്ചറുകള്. ഈ കടപ്പത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി അറിയോ?
PCRDBകളില് നൽകുന്ന ഒരു വായ്പകൾക്ക് അതിലൂടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെയും അല്ല എക്സ്ക്യൂസ് മീ കേൾക്കൂ. PCRDBകൾ വായ്പകൾ ദീർഘകാല വായ്പകൾ നൽകും അല്ലേ? ആ വായ്പകളുടെ ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ഡോക്യുമെന്റ് അതാണ് കടപ്പത്രങ്ങൾ രൂപീകരിക്കാൻ നമ്മളൊരു ഒരു ഒരു ഇതായിട്ട് വെക്കുന്നത്. അത് വെച്ചിട്ടാണ് കടപ്പത്രങ്ങൾ ഉണ്ടാക്കുന്നത്. DV ഫയൽ, ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്ന് പറയും. അതെ. അല്ല, അത് അറിയാത്തവർക്ക് അത് ശരിയല്ലേ സാർ? അരുൺ സാർ ഒന്നുകൂടി പറയോ? PCRDBകൾ ദീർഘകാല വായ്പകൾ നൽകും. ആ വായ്പകളുടെ രേഖകളുണ്ടല്ലോ, നമ്മുടെ പ്രമാണങ്ങള്, അത് DV ഫയലായിട്ട് PCRDBയില് സൂക്ഷിക്കുന്നത്. ഇതിന്റെ ബലത്തിലാണ് നബാർഡിൽ നിന്ന് PCRDB ഇത് വെച്ചിട്ടാണ് വായ്പ എടുക്കുന്നത്. അത് അതിനെയാണ് PCRDB ഇത് നമ്മളെടുന്ന് അത് വെച്ച് നമുക്ക് തന്നെ ശരിയാണ്. അതായത് കസ്റ്റമേഴ്സിന് വാങ്ങുന്ന ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ബാങ്ക് അതെ. അത് തിരിച്ചടക്കാൻ ഒരു ഫണ്ട് രൂപീകരിക്കേണ്ട. ഫണ്ടിന്റെ പേരാർക്കെല്ലാം അറിയോ? സിങ്കിങ് ഫണ്ട്. ആ സിങ്കിങ് ഫണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത്? അറിയില്ല. അതിന്റെ 90% കാലാവധി കഴിയുമ്പോ അതായത് വായ്പകളുണ്ടല്ലോ, തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ വായ്പകളിൽ നിന്നുള്ള പലിശ എടുക്കുമ്പോൾ അതിൽ നിന്നൊരു ഭാഗം മാറ്റി വെച്ചുകൊണ്ടാണ് സിങ്കിങ് ഫണ്ട് രൂപീകരിക്കുന്നത്. 90%, 10% എടുക്കും. 90%. അതെ. അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ്. പറയോ? സിങ്കിങ് ഫണ്ട് വായ്പയുടെ 90% വായ്പകൾ നൽകുമ്പോൾ 10% മാറ്റി വെച്ചുകൊണ്ട് സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി വെച്ചിട്ട് അങ്ങനെ ഈ കടപ്പത്രങ്ങൾ തിരിച്ചടക്കുന്ന കാലാവധി ആകുമ്പോഴേക്കും അത് കടപ്പത്രങ്ങൾക്കുള്ള ഫണ്ട്, അതായത് സിങ്കിങ് ഫണ്ട് രൂപീകരിച്ച് ആ കടപ്പത്രങ്ങൾ വീണ്ടെടുക്കുകയും അത് തിരിച്ച് ഈ വായ്പക്കാരൻ അടവ് പൂർത്തിയാക്കുമ്പോൾ അവർ തിരിച്ചു അവർക്ക് അത് കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഒരു ചുരുക്കം. വിലപിടിപ്പുള്ള സാധനങ്ങളുടെ സൂക്ഷിപ്പിന്മേൽ ബാങ്കർ കസ്റ്റമർ ബന്ധം. ബെയിലി ആരാണ്? ബെയിലി ബാങ്ക്. ഇപ്പോ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിപ്പിക്കുമ്പോൾ ബാങ്കർ കസ്റ്റമർ ബന്ധം എന്ന് പറഞ്ഞാൽ ബെയിലി ബെയിലറാണ് അല്ലേ? കസ്റ്റമർ ബെയിലറും ബാങ്കർ ബെയിലിയും. അതെ. ഇനി വേറെ ആരെങ്കിലും എടുക്കോ കുറച്ചു നേരം? ഞങ്ങൾക്കൊന്നും അറിയില്ലേ പറയാൻ, അതാണ് ഒക്കെ കേട്ടി നിക്കണത്. ഇതിൽ എത്ര ആളുണ്ട്? പഠിക്കണ്ടേ? ഇതൊക്കെ പഠിക്കാൻ പറ്റണേ. പഠിക്കാൻ നമ്മളെ പ്രിന്റ് എടുത്തവരാരൊക്കെ ഉണ്ട്? ഒരു പ്ലീസ് ഒന്ന് സംസാരിക്കും. വൈകിട്ട് കാരണം പ്രിന്റ് എടുക്കാൻ പറ്റിയില്ല, അതാണ്. ഞാനും പ്രിന്റ് എടുത്ത് വന്നിട്ടുള്ളൂ. എനിക്ക് കൂടുതലേക്ക് ആഴങ്ങളിലേക്ക് ചെല്ലാൻ പറ്റില്ല. പിന്നെ ഞാൻ അന്ന് പഠിച്ചത് വെച്ചിട്ട് കുറെ ഒക്കെ അങ്ങനെ പറയാ. സാരമില്ല, സാറ് കണ്ടിന്യൂ. ഞാനും പ്രിന്റ് എടുത്തിട്ടില്ല. മടുത്തില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. മാർക്കറ്റ് ഫെഡിന്റെ ആസ്ഥാനം? മാർക്കറ്റ് ഫെഡ് എന്ന് പറയുമ്പോൾ കൊച്ചിയാണ്. എറണാകുളം. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡ് ആരംഭിച്ച വർഷം? 1971. റബ്കോ അല്ല കേട്ടോ. റബ്കോ അല്ല, റബ്ബർ മാർക്കറ്റിംഗ് ഫെഡ് വേറെ അല്ലേ? രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കിയേക്കണേ. 1971 എന്റെ വിശ്വാസം. 71 രജിസ്റ്റർ ചെയ്തത് 30/4/1971. ഓക്കെ.
കൊച്ചിയാണ് ആസ്ഥാനം. 16/3/1971 രജിസ്റ്റർ ചെയ്തിട്ട് 30/1971 കൊച്ചി ആസ്ഥാനമായി പ്രവർത്തനം തുടങ്ങിയതല്ലേ? അതെ 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 കൊച്ചി ഗാന്ധിനഗറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതൊക്കെ ഓരോ അത് അതിലില്ലാത്തവരൊക്കെ അതൊക്കെ ഒന്ന് അതും കൂടി അതിൽ ആഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതെ എല്ലാവരും നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഈ ഷോർട്ട് നോട്ടായിട്ട് കൈ കരുതാൻ പറ്റും. ഈ വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. നമ്മൾ പഠിക്കുന്നതൊക്കെ വേദങ്ങൾ തന്നെയാണ്. അറിവുകൾ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കിട്ടിയത് മാത്രമാണ് അറിവുകൾ. അല്ലാണ്ട് ആരും ഈ ഭൂമിയിലെ അറിവുകൾ സ്വന്തം ഉണ്ടാക്കിയിട്ടില്ല. ഒക്കെ പകർന്ന് അതിനെ മൂർച്ച കൂട്ടിയ ആയുധം പോലെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതെ 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 എക്സാക്ട്ലി. എന്തിനാ രൂപീകരിച്ചത് അറിയോ? കോബി 1993. അതെന്തിനാണ് രൂപീകരിച്ചത്? എന്തിനു നിലകൊള്ളുന്നു? അത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് പറയട്ടെ ഈ കോബി എന്താണെന്നില്ലേ 1993 പറയാമോ? നമുക്ക് പറയാൻ പറ്റുമോ? പറയാമോ? ഹലോ പറഞ്ഞോ. ഹലോ, കോബി എന്ന് പറയുന്നത് 1993 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് സ്ഥാപനങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതില്ല, നമുക്ക് പോകാനായില്ല. എന്താ ഒരു പറഞ്ഞേ? നമ്മളാരൊക്കെ ടീമിലാ? തീർപ്പുണ്ടാണ്. ഹലോ എടുക്കണ്ടല്ലേ? LPG വന്നകാരനാണ് ആരംഭിച്ചത്. ഹലോ പറയാമോ? കുറേ സംസാരങ്ങൾ കയറി വരുന്നുണ്ടല്ലോ. ഏതോ മാർക്കറ്റിലൊക്കെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഓഫ് ചെയ്തോളൂ മൈക്ക. ഇത് പഠിക്കാനായിട്ട് മാത്രം മൈക്ക് ഓൺ ചെയ്താൽ മതി. അയ്യോ, ഏതോ പബ്ബിലോ പാട്ടുകളൊക്കെ വരുന്നു. ഹലോ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഈ കോബി ഹലോ ഈ അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ആസ്പദമാക്കിയാണ് കോബി വന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മള് അതായത് ഈ നമ്മുടെ സാറിന് സംഘങ്ങളുടെ ഒക്കെ ഇടയിലുള്ള ഒരു അകൽച്ചയൊക്കെ മാറ്റാൻ വേണ്ടി നിലനിന്നിരുന്ന കോബിയാണോ നാഫ്കോബാണോ? അല്ല, ഇതെന്ന് പറയുന്നത് സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനാണ്. അതെ, അതാണ് സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അതായത് വലിപ്പച്ചെറുപ്പം ഇല്ലാതെ അവിടേക്കാണ് ഞാൻ പോയിന്റ് കൊണ്ടത്. ഞാൻ എവിടെ വായിച്ചു കേട്ടതാട്ടോ, അതുകൊണ്ട് ഞാൻ നമ്മളെ ബാങ്കുകളിൽ കൂടുതൽ നിക്ഷേപമുള്ളതും കുറഞ്ഞ നിക്ഷേപമുള്ളവരും ഉണ്ട്. അതെ, അപ്പൊ ഈ രണ്ടുപേര് ഒരേപോലെ തുല്യമായി കണ്ടുകൊണ്ട് ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടാണ് കോബി. അപ്പൊ നാഫ്കോബോ അപെക്സ് ആണോ? എല്ലാ കോപ്പറേറ്റീവ് ബാങ്കിന്റെയും അപെക്സ് ഫെഡറേഷൻ. അതെ, അത് നമ്മള് ചെക്ക് ഡ്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സഹകരണ സംഘങ്ങളെ സഹായിക്കാറുണ്ട്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. ഈ നാഫ്കോബിലാണോ ഐമാസ് എന്നൊരു പദ്ധതി ഉൾപ്പെടുത്തിയെന്നൊരു സംശയമുണ്ട്. അതെ, അത് നമ്മളിത് സ്കീം അല്ലേ?
അതെ, ഓൾ ഇന്ത്യ അറേഞ്ച്മെന്റ് സ്കീം എന്ന് പറയുന്ന ഒരു ഐമാസ് എന്നൊരു പദ്ധതി നാസ്കോം ആണ് ഇത്. അത് നമ്മള് എവിടെയും പരാമർശിച്ചിട്ടില്ല, പക്ഷെ അത് ചിലപ്പോ വരാൻ പരാമർശിച്ചിട്ടില്ല. ഞാനും വായിച്ചു കേട്ടിട്ടുണ്ട് അത്. അതെ അതെ. ഞാൻ അതന്ന് ക്ലാസ്സിൽ എടുത്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. മാസ്ക് കേരളം മിനിസ്റ്റർ അതിന്റെ കാര്യം സാർ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മാസ്കിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, പറഞ്ഞില്ല. ശരി, ഐമാസ് പറഞ്ഞില്ല. കാരണം നാസ്കോപ്പ് പറയുമ്പോ അത് 1964 മുംബൈയില് രജിസ്റ്റർ ചെയ്തു. പിന്നീട് ആ സമയത്ത് അതിന്റെ പേര് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫെഡറേഷൻ എന്നായിരുന്നു. അതെ, ഫെഡറേഷൻ ആണ്. പിന്നെ 78 നാസ്കോപ്പ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. നാസ്കോപ്പിന്റെ ആദ്യത്തെ പേര് ഇതിനകത്ത് നോട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, സംസ്ഥാന സഹകരണ ബാങ്കിലെ ആണ് ഇവരുടെ മെയിൻ മെമ്പർമാർ എന്ന് പറയുന്നത്. അതെ അതെ അതെ. ഈ വായ്പ മേഖലയിലും ബാങ്കിങ് മേഖലയിലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഏതായിരുന്നു? അത് നമ്മുടെ മാസ്ക് കേരള ബാങ്ക് ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. കാരണം അത് മാസ്ക് എന്ന പദ്ധതിയില് നമുക്ക് ചെക്ക്, ബില്ല്, ഡ്രാഫ്റ്റ് മുതലായവ ഈ സാധാരണക്കാര കർഷകർക്ക് യാതൊരു തടസ്സവും കൂടാതെ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ കേരള ക്ലീനിങ് ഹൗസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ് ഉണ്ട്. ഈ അതിന്റെ അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. ഈ തടസ്സങ്ങൾ നീക്കുന്നത് കൊണ്ട് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയും. ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് കോബിയുടെ രൂപീകരണത്തിന് കാരണമായത്? അത് ഹുസ്രു കമ്മിറ്റി. ഹുസ്രു കമ്മിറ്റി അല്ലേ? എന്നുവെച്ചാൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്നാണ് പറയുന്നത്. കോബിയുടെ ആദ്യത്തെ ചെയർമാൻ വിശ്വനാഥനോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് ഇൻഷ്യൽ ഓർമ്മയില്ല. വിശ്വനാഥൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാംഗ്ലൂർ ബിൽഡിംഗ് സൊസൈറ്റി. ക്ലാസ്സിലെടുത്തതാണ്. അതെ അതെ, അത് എടുത്തതാണ്. അത് നല്ലൊരു, അതായത് ഈ ആദ്യത്തെ ഹൗസിംഗ് അത് നമ്മള് എപ്പോഴും ഓർമ്മിച്ചിരിക്കണം. അത് എന്തായാലും ചോദ്യം വരും. അത് EP ആണ്, ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതൊക്കെ തലയിലിരിക്കും. അതുകൊണ്ട് സാർ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് പറഞ്ഞു. അല്ല, അവിടെ പറയും. പിന്നെ ഇതിൽ നമ്മൾ എടുത്ത കാര്യങ്ങൾ കുറെ നമുക്ക് പ്രിന്റുകൾ വന്നിട്ടില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ഈ ക്ലാസ്സുകൾ കഴിയുമ്പോ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ചാർട്ട് ചെയ്യേണ്ടി വരും. അതായത് എന്റെ ഒരു അഭിപ്രായത്തില്, അതായത് WC വരുന്നത് ഒരൊറ്റതായിട്ട്, കോർപ്പറേഷൻ വരുന്നത് ഒരൊറ്റതായിട്ട്, ബാങ്കിങ്ങിൽ നിന്ന് വേറൊതായിട്ട്, അതുപോലെ നമ്മുടെ ഇതൊക്കെ ക്രോഡീകരിച്ച് നമുക്കൊരു വേറൊരു ഇതുണ്ടാക്കിയെടുക്കണം. ഒരു ബുക്ക് ഇറക്കുന്ന കാര്യം പറഞ്ഞിരുന്നു സാറേ, അപ്പൊ അതില് ഉണ്ടാവും പ്രതീക്ഷിക്കാം, ഉടനെ ഇറക്കുമെന്ന്. അതെ, അതായത് സെപ്പറേറ്റ് ആണ്. നമുക്ക് ഇമ്പോർട്ടന്റ് മതി. അതെ, എന്താണെന്നറിയോ ഏകദേശം എക്സാം നടക്കാൻ ഏകദേശം? അയ്യോ, ഞാനും നിങ്ങളമാതിരി എക്സാം എഴുതുന്ന ആളാണ്. എന്നാലും വല്ല ഐഡിയ ഉണ്ട്. സെപ്റ്റംബർ ലാസ്റ്റ് അങ്ങനെ പിടിക്കൂ. എന്തായാലും ഒരുപാട് നീണ്ടു പോകത്തില്ല. കാരണം നമ്മള് ജയിക്കുന്ന ഉദ്ദേശമാണല്ലോ എക്സാം ഒക്കെ നടത്തുന്നത്. പെട്ടെന്ന് നടത്തുമായിരിക്കും. ഇനി പഠിച്ചു വന്നാലോ. എന്തായാലും സൺഡേയില് വരുള്ളൂ. സെപ്റ്റംബർ 28 ഒരു സൺഡേ ആണ്. അന്ന് നമുക്ക് എയിം ചെയ്ത് പഠിക്കാം. അല്ല, ഇവര് ഞായറാഴ്ച ദിവസമാണ് എക്സാം നടത്തുന്നത്. സെപ്റ്റംബർ 28 നമുക്ക് വീട് നേടാൻ കുറച്ചും കൂടി ഒരു കാര്യമായി കൂട്ടിയെടുക്കാൻ പഠിച്ചാൽ മതി. വേറൊന്നും ഒരു സെക്കൻഡ് കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ ദേവമാ സാറ് ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്.
ഓക്കെ 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 ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഓക്കെ ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തില്ല, ഇട്ട് കൊടുക്കാൻ പോവാം. ഓക്കെ. ഇനി എല്ലാരും മൈക്ക് ഓഫാക്കുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. ആള് കുറഞ്ഞല്ലേ? സാർ ഓൺലൈനിൽ വന്നിട്ടുണ്ട്, ഇപ്പം കയറുമായിരിക്കും കേട്ടോ. സാർ കയറിയിട്ടുണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്തു. സാർ ഇപ്പം കയറിക്കോളും കേട്ടോ. സാറ് നടന്നോട്ടെ. ഓക്കെ. നടന്നോട്ടെ. സാറേ കണ്ടിന്യൂ ചെയ്തു. സാറേ ഒരു സംശയമുണ്ട്. ഹലോ ഹലോ ഇതിൽ പ്രിന്റിൽ വന്നിട്ടില്ലല്ലേ, ലോൺ കൊടുക്കുമ്പോൾ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ്, ക്രെഡിറ്റ് ഡെപ്റ്റർ റിലേഷൻഷിപ്പ്, ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പും ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പും കൊടുത്തിട്ടുള്ളത്. അത് തെറ്റല്ലേ വരുന്നത്? അതെ അതെ, അത് ഞാൻ നോട്ട് ചെയ്തിരുന്നു സാർ പറയുമ്പോൾ പറയാൻ വേണ്ടിട്ട്. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. പേജ് 24 പേജ് 25 2 ക്വസ്റ്റ്യൻ. അത് 3 ഉണ്ട്. ബാങ്ക് ജയകുമാറാണ്. കേക്കോ? കേക്കാം. ബാങ്കർ കസ്റ്റമർ റിലേഷന്റെ കേസിൽ നമ്മൾ ഒരു തരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം. എങ്ങനെ? അതായത് നമ്മുടെ ബാങ്കിൽ നിന്ന് ഒരു കസ്റ്റമർ ലോൺ എടുക്കുമ്പോൾ നോർമൽ കേസിൽ നമുക്കറിയാം, കസ്റ്റമർ ലോൺ എടുക്കുമ്പോൾ കസ്റ്റമർ ഡെപ്റ്ററും ബാങ്കർ ആരുവാ? ക്രെഡിറ്ററുവാ. പക്ഷെ അവര് എന്താ, ശരി അത്ര നിൽക്കട്ടെ. അത്ര നിന്നിട്ട് അവര് ചോദിക്കുന്നതിനകത്ത് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന റിലേഷൻ ഏതാന്ന് നോക്കണം. മനസ്സിലായ? ലോൺ എടുക്കുന്ന കേസില് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ ബാങ്കർ അവിടെ ക്രെഡിറ്ററാന്നല്ലോ, ക്രെഡിറ്റർ ഡെപ്റ്ററാ. തിരിച്ചും ഇത് ചോദിക്കാം, തിരിച്ചും ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ആ ലോൺ എടുക്കുന്ന സമയത്ത് കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള റിലേഷൻ ചോദിക്കാം. മനസ്സിലായ? ആ കസ്റ്റമറും ബാങ്കറും ആദ്യം തന്നിരിക്കുന്നത് നോക്കണം, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഡിപ്പോസിറ്റിന്റെ കേസ്. അത് നമ്മുടെ ആൻസറിൽ അത് തെറ്റാണ് കേട്ടോ സാറേ. പേജ് 24. അല്ല, ഞാൻ നോക്കിയില്ല. അപ്പൊ നമ്മുടെ ഡിപ്പോസിറ്റുടെ കേസ്, ഡിപ്പോസിറ്റ് ഇടുന്ന കേസിൽ നമുക്കറിയാലോ, ഒരു കസ്റ്റമർ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ടാൽ ബാങ്കർ ക്രെഡിറ്റർ ആണ്, കസ്റ്റമർ ഡെപ്റ്റർ ആണ്, അല്ലേ? ഇപ്പൊ ബാങ്കർ കസ്റ്റമർ റിലേഷൻ ചോദിച്ചാൽ ഡെപ്റ്റർ ക്രെഡിറ്റർ എന്ന് വരും. ഡിപ്പോസിറ്റ് ഇടുമ്പോൾ ബാങ്കർ ഡെപ്റ്ററും, ഡിപ്പോസിറ്റ് ഇട്ട ഡിപ്പോസിറ്റർ ക്രെഡിറ്ററുവാ. അപ്പം ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ അവിടെ നമ്മൾ എന്തെഴുതും? ഡെപ്റ്റർ ക്രെഡിറ്റർ എഴുതും. തിരിച്ച് ആ കേസിൽ തന്നെ ആദ്യം കസ്റ്റമറെ തന്നിട്ട് പിന്നെ ബാങ്കറെ തരുന്നു. ഡിപ്പോസിറ്റിന്റെ കേസിൽ
ആ കസ്റ്റമർ ബാങ്കർ റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ക്രെഡിറ്റർ ഡെപ്റ്റർ. മനസ്സിലായി? അല്ല ഏതെങ്കിലും ഒരെണ്ണം മാത്രം നമ്മൾ പഠിച്ചു വെച്ചുകൊണ്ട് പോരുത്. എക്സാം ബോർഡിന്റെ സ്ഥിരം പണിയാ ഈ നമ്മുടെ ജൂനിയർ ക്ലർക്കിന് അവർ സ്ഥിരം ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ തന്നിരിക്കുന്ന ബന്ധം നോക്കണം. ആദ്യം ഏതാ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത് ഏതാ പറഞ്ഞിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായി അതിനകത്ത്? ഒന്നുകൂടി പറയാം. നമ്മള് ബാങ്കില് നമ്മളിപ്പോ ആദ്യം ഒരു ലോൺ എടുക്കുക. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. അപ്പൊ ലോൺ എടുക്കുന്ന ഞാൻ ആ ലോൺ എടുത്തിരിക്കട്ടെ, ഞാൻ കസ്റ്റമറാണ്. ഞാൻ അവിടെ ഡെപ്റ്ററാണ്. ഡെപ്റ്ററാന്നല്ലോ? അതെ. ബാങ്കർ അവിടെ എന്താ? ക്രെഡിറ്ററാ. അപ്പൊ ആ കേസില് ബാങ്കർ കസ്റ്റമർ റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ക്രെഡിറ്റർ ഡെപ്റ്റർ എന്ന് പറയാം. തിരിച്ച് അതേ കേസിൽ തന്നെ കസ്റ്റമർ ബാങ്കർ റിലേഷൻ ചോദിക്കുന്നു. അപ്പൊ അവിടെ എന്ത് പറയും? ഡെപ്റ്റർ ക്രെഡിറ്റർ പറയും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ ആദ്യം ഏത് ബന്ധമോ തരുന്നതെന്ന് നമ്മളൊന്ന് നോക്കണം. നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് പറയുന്നു ബാങ്കിൽ നിന്ന് ഒരു കസ്റ്റമർക്ക് ലോൺ അനുവദിക്കും. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് അദ്ദേഹം ഡെപ്റ്ററാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ബാങ്കിന് ലോൺ തിരിച്ചടയ്ക്കാനുണ്ട്. ബാങ്കറെ സംബന്ധിച്ച് ക്രെഡിറ്ററാ. കാര്യം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറുടെ നിന്ന് ആ ലോൺ തുക കിട്ടാനുണ്ട്. ഇതാണല്ലോ ലോൺ കൊടുക്കുമ്പോൾ ഉള്ള കേസ്. അതെ. അങ്ങനെ ലോൺ കൊടുക്കുമ്പോൾ ഉള്ള കേസിൽ നമുക്ക് രണ്ട് രൂപത്തിൽ എക്സാം ബോർഡ് ചോദിക്കാം. ഒന്ന്, ലോൺ കൊടുക്കുമ്പോൾ കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആദ്യം വന്നിരിക്കുന്ന കസ്റ്റമറാ. രണ്ടാമത് ഇത് തന്നെ ചോദിക്കാം, ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പൊ തിരിച്ചായിരിക്കും. മനസ്സിലായി പറഞ്ഞേ? ക്ലിയർ ആയില്ലേ? ഡിപ്പോസിറ്റിന്റെ കേസിൽ ഇതുപോലെ തന്നെയാണ്. ഡിപ്പോസിറ്റ് ഇടുമ്പോൾ കസ്റ്റമർ അവിടെ ക്രെഡിറ്റർ ആണ്, ബാങ്കർ അവിടെ ഡെപ്റ്റർ ആണ്. അപ്പൊ ബാങ്കർ കസ്റ്റമർ റിലേഷൻ ചോദിച്ചാൽ ഡെപ്റ്റർ ക്രെഡിറ്റർ ആവും അല്ലേ? ആവത്തില്ലേ? ബാങ്കർ കസ്റ്റമർ റിലേഷൻ അവിടെ ചോദിച്ചാൽ ഡെപ്റ്റർ ക്രെഡിറ്റർ ആവത്തില്ലേ? തിരിച്ചും ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? കസ്റ്റമർ ബാങ്കർ റിലേഷൻ ചോദിക്കാം. അന്നേരം നേരെ തിരിച്ചു പറയണം. പിടിയിടയാ? അതിന്റെ വഴി മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. വഴി മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളത്. വഴി മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. ബാധ്യസ്ഥപ്പെടുന്നവർ എപ്പോഴും ക്രെഡിറ്റർ ആയിരിക്കും. അതായത് കിട്ടാനുള്ളവർ ക്രെഡിറ്റർ ആയിരിക്കും. അത്രേ ഉള്ളൂ. കൊടുക്കാനുള്ളവർ ഡെപ്റ്ററും ആയിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ ആ ചോദ്യത്തിൽ ഏത് സ്ഥാനത്ത് വരുന്നു എന്നാണ് സാർ അവിടെ സൂചിപ്പിക്കുന്നത്. അതേ ഉള്ളൂ. അത് സ്ഥാനത്തിനാണ് പ്രാധാന്യം. സ്ഥാനം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അത് നോക്കിക്കോണം. വേറെ എന്താ നിങ്ങൾ ചർച്ച ചെയ്തത്? വേറെ പഠിപ്പിച്ച് ഒരു സംശയമുണ്ട് സാറേ. ഈ ക്വസ്റ്റ്യനിലെ KCA രൂപീകരിച്ച വർഷം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. KCA എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടോ? KCL ICA 1895 ആഗസ്റ്റ് 19. ICA ആണ്. അത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിപ്പിച്ചായിരുന്നോ? ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പൊ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധമുള്ള വാക്കാണ് ICA, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്നാണ്. 1895 രൂപീകരിച്ചത്. ഇപ്പൊ ICAയുടെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇപ്പോഴും 7 എണ്ണമാണ്. അറിയാമല്ലോ? 7 എണ്ണം ഇപ്പോഴത്തെ. എന്നത്തെ പ്രിൻസിപ്പിൾ? 1995. അതിനപ്പോ നമ്മളൊരു ഫോർമുല ഓർത്തിരുന്നാൽ മതി. ഈ ICAയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജാ. എത്ര സ്റ്റേജാ? 3 സ്റ്റേജ്. 37, 66, 95. 37, 66, 95. ശരി, പറഞ്ഞു ശരിയാണ്. 1937, 1966, 1995. ഇവിടെ കിട്ടിയല്ലോ. ഇനി അതിനകത്ത് തന്നെ ഇത് ഏതൊക്കെ സമ്മേളനങ്ങളാണെന്നുകൂടി ഓർത്തിരിക്കണം. നമ്മൾ PVM എന്ന് ഓർത്തിരുന്നാൽ മതി. പാരീസ് കോൺഗ്രസ്, വിയന്ന കോൺഗ്രസ്, മാഞ്ചസ്റ്റർ കോൺഗ്രസ്. മനസ്സിലായ? 37 പാരീസ് സമ്മേളനം, 66 വിയന്ന സമ്മേളനം, 95 മാഞ്ചസ്റ്റർ സമ്മേളനം, മാഞ്ചസ്റ്റർ കോൺഗ്രസ്. ഇതാണ് PVM എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായ? 37 പാരീസ് സമ്മേളനം. ചോദിച്ചോ ഏതാ? 95 ശതാബ്ദിയിലെ സമ്മേളനം. 95 മാഞ്ചസ്റ്റർ കോൺഗ്രസ്. ഓക്കെ. അതെ മാഞ്ചസ്റ്റർ കോൺഗ്രസ് ആണ്.
അതുകൂടാതെ നമ്മൾ 767 ഒന്നുകൂടെ ഓർത്തിരിക്കണം. 767 എന്ന് പറഞ്ഞാൽ 37 7 പ്രിൻസിപ്പിള്, 66 6 പ്രിൻസിപ്പിള്, 95 7 പ്രിൻസിപ്പിൾ. ഇതാ 267 എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്നിട്ട് പറയാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിള് നമുക്ക് തന്നിരിക്കുന്ന ICA ആണ്. ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ, ICA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ സഹകരണ സ്ഥാപനങ്ങളുടെ അന്തർദേശീയ സംഘടനയാണ് ICA. 1895 രൂപം കൊണ്ടത്. ഇപ്പൊ എന്റെ അവസാനം ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. ഓക്കെ, ബ്രസൽസിലാണ്. നേരത്തെ പാരീസിലായിരുന്നതിന് മുമ്പ് ലണ്ടനിലായിരുന്നു. ഓക്കെ, തുടങ്ങിയ സമയത്ത് അത് ചോദിക്കത്തില്ല. ഇപ്പോഴത്തെ കാര്യം മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇപ്പോഴ് ബെൽജിയത്തിലെ ബ്രസൽസ്. ICAയുടെ അവസാനം എവിടാന്ന് ചോദിച്ചാൽ ബ്രസൽസ്. രൂപം കൊണ്ട വർഷം എന്ന് ചോദിച്ചാൽ 1895. ICA നമുക്ക് 3 സംഭാവനയാണ് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത്. ഒന്ന് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിള്, ഒന്ന് കോപ്പറേറ്റീവ് ഫ്ലാഗ്, ഒന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 3 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിള്, കോപ്പറേറ്റീവ് ഫ്ലാഗ്, അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ തത്വങ്ങള്, സഹകരണ പതാക, അന്താരാഷ്ട്ര സഹകരണ ദിനം. ഇത് 3. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. അതാണ് ഞാൻ ഈ പറഞ്ഞ 37, 66, 95. 1937, 1966, 1995. ഓക്കെ, 37 7 പ്രിൻസിപ്പിള്, 66 7 പ്രിൻസിപ്പിള്, 37 7 പ്രിൻസിപ്പിള്, 66 6 പ്രിൻസിപ്പിള്, 95 7 പ്രിൻസിപ്പിള്. 767 എന്ന് ഓർത്തിരുന്നാൽ മതി. സമ്മേളനങ്ങളോട് ഓർത്തിരിക്കുക. പാരീസ് സമ്മേളനം, വിയന്ന സമ്മേളനം, മാഞ്ചസ്റ്റർ സമ്മേളനം. ഇപ്പോഴത്തെ മാഞ്ചസ്റ്റർ കോൺഗ്രസ് ആണ്. 7 തത്വങ്ങളാണ്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്, സോഷ്യൽ കൺസേൺ. ആ എണ്ണമാണ് നിങ്ങൾ പഠിച്ചതാണ്. അതാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ICAയുടെ പ്രിൻസിപ്പിൾ ആണ് ഇപ്പൊ 3 സ്റ്റേജ്. ICAയുടെ പ്രിൻസിപ്പിൾ വന്ന 37. ICAയുടെ പ്രിൻസിപ്പിൾ വന്ന 37. അതിന് മുമ്പ് ലോകത്ത് ഒരു സെറ്റ് പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ഏതാ? ഒന്ന് ഇംഗ്ലണ്ടിൽ പൈനിയേഴ്സിന്റെ പ്രിൻസിപ്പിൾ. കൂടാതെ ജർമ്മനി ക്രെഡിറ്റ് ആണ്. ജർമ്മൻ ക്രെഡിറ്റ് 2 രൂപത്തിലാണ്. ഒന്ന് റൂറൽ ക്രെഡിറ്റും അർബൻ ക്രെഡിറ്റും. ഇംഗ്ലണ്ട് കൺസ്യൂമർ ആണ്, ജർമ്മനി ക്രെഡിറ്റ് ആണ്. ജർമ്മൻ ക്രെഡിറ്റ് 2 രൂപത്തിലാണ്. ഒന്ന് റൂറൽ ക്രെഡിറ്റും അർബൻ ക്രെഡിറ്റും. അല്ലേ? ജർമ്മനിയിലെ റൂറൽ ക്രെഡിറ്റിന്റെ പിതാവ് ആരാ? ജർമ്മനി വായ്പാ സംഘങ്ങളല്ലേ? അത് തന്നെ, ക്രെഡിറ്റ് സൊസൈറ്റി. ജർമ്മനിയിലെ റൂറൽ ക്രെഡിറ്റിന്റെ പിതാവ് ആരാ? റൈഫീസൺ. ജർമ്മനിയിലെ അർബൻ ക്രെഡിറ്റിന്റെ പിതാവ് ആരാ? ഷൂൾസ്. അപ്പൊ ഇവർ രണ്ടുപേരും പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ലോകത്ത് തുടക്കത്തില് 3 സെറ്റ് പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ഒന്ന് റൈഫീസൺ പ്രിൻസിപ്പിൾ, ഇംഗ്ലണ്ട് കൺസ്യൂമർ സംഘത്തിനുള്ളത്. 2 ഷൂൾസ് പ്രിൻസിപ്പിൾ, ജർമ്മനി അർബൻ സൊസൈറ്റിക്കുള്ളത്. 3 ലുസാട്ടി. അല്ല, ലുസാട്ടി അത് ഇറ്റലിയാ. അത് നമുക്ക് വേണ്ട. ഇറ്റലി നമുക്ക് വേണ്ട. ഡെൻമാർക്ക് ഡയറിയ. അത് നമുക്ക് സിലബസിലുണ്ടോ എന്ന് ഞാൻ നോക്കണം. സിലബസിലില്ല. വലിയ പ്രിൻസിപ്പിൾ ഇല്ല എന്നുള്ളതാണ്. ഡെൻമാർക്കിൽ വലിയൊരു സഹകരണ തത്വങ്ങൾ ഇല്ലാതെയാണ് സാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഡെൻമാർക്കിൽ അങ്ങനല്ല. ഡെൻമാർക്കില് സഹകരണ നിയമം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. സഹകരണ നിയമങ്ങളില്ല. ഡെൻമാർക്ക് ഡയറിയാണ്. പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ ജന്മനാട. നിങ്ങളെ പഠിപ്പിച്ചോ? അത് ഡെൻമാർക്ക് പഠിപ്പിച്ചോ? പഠിപ്പിച്ചു. അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ ജന്മനാടാണ് ഡെൻമാർക്ക്. അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡയറി, പോൾട്രി, പിഗറി ഇതെല്ലാം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഡയറിയ. അപ്പൊ ഞാൻ പറഞ്ഞ ലോകത്ത് അന്ന് ഈ പറഞ്ഞ ICAയുടെ പ്രിൻസിപ്പിൾ വരുന്നതിന് മുമ്പ് ഒരു സെറ്റ് പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. അതാരുടെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഇംഗ്ലണ്ടിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളും ജർമ്മനിയിൽ ഷൂൾസിന്റെയും റൈഫീസിന്റെയും പ്രിൻസിപ്പിൾ ആയിരുന്നു. അങ്ങനെ ലോകത്ത് 3 സെറ്റ് പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ICA ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു ലോകത്തിനെമ്പാടും ഉതകുന്ന ഒരു പ്രിൻസിപ്പിൾ സെലക്ട് ചെയ്യണമെന്ന്.
അങ്ങനെയാണ് 37 പാരീസ് സമ്മേളനത്തിൽ വെച്ച് ICA ആദ്യമായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് രൂപം കൊടുത്തത്. മനസ്സിലായോ? ആ പറഞ്ഞ പിടി കിട്ടിയ? അങ്ങനെ എന്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ ലോകത്തിലെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് എത്ര സ്റ്റേജ് ഉണ്ട്? ലോകത്തിലെ അപ്പോ 4 സ്റ്റേജ്. 4 അത്രേ ഉള്ളൂ. അതാണ് ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് എത്ര സ്റ്റേജ് ഉണ്ട്? 3 സ്റ്റേജ്. 37, 66, 95. പാരീസ് സമ്മേളനം, വിയന്ന സമ്മേളനം, മാഞ്ചസ്റ്റർ കോൺഗ്രസ്. 7, 6, 7. 37 7 പ്രിൻസിപ്പിൾസ്, 66 6 പ്രിൻസിപ്പിൾസ്, 95 7 പ്രിൻസിപ്പിൾ. സിമ്പിൾ അല്ലേ? PVM, പാരീസ് കോൺഗ്രസ്, വിയന്ന കോൺഗ്രസ്, മാഞ്ചസ്റ്റർ കോൺഗ്രസ്. ഇനി എന്റെ ചെയർമാൻമാരുണ്ട്. 37 ഒരു സബ് കമ്മിറ്റി ആയിരുന്നു, ചെയർമാൻ ഇല്ല. 66 കമ്മിറ്റിയുടെ ചെയർമാൻ ഇന്ത്യക്കാരനാണ്, DG കാർവേ. 95 പ്രിൻസിപ്പൽസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മക്ഫേഴ്സൺ എന്നാണ്. കാനഡക്കാരനാണ് മക്ഫേഴ്സൺ. ലോകത്തിലെ ഒന്നുകൂടി പറഞ്ഞു തരുമോ? ICAന്റെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ICAയുടെ പ്രിൻസിപ്പിൾ തുടങ്ങിയെന്നാ മാഡം? ICAയുടെ പ്രിൻസിപ്പിൾ തുടങ്ങി 37 ഓക്കെ. 37, 66, 95 ആണല്ലോ. ഓക്കെ. അതിന് മുമ്പ് ഒരു സെറ്റ് പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നല്ലോ. ഇംഗ്ലണ്ടിൽ റോക്ക്ഡൈൽ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ ഷൂൾസ് പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. കൂടാതെ ജർമ്മനിയിൽ തന്നെ റൈഫീസൺ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ഈ ജർമ്മനിയിലെ പ്രിൻസിപ്പിളുകൾ നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ സാർ. അതെ, ജർമ്മനി കേട്ടില്ല എന്താ പറഞ്ഞേ? അല്ല, ആ ജർമ്മനിയിലെ പ്രിൻസിപ്പിളുകളെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ ആരും പറഞ്ഞിട്ടില്ല പറയാ. അത് നിങ്ങൾക്ക് സിലബസിലുണ്ടോ നോക്കണം. അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് 3 പേർക്കും അത്ര മതിയാവൂലേ? ഇതിലുണ്ടാവില്ല, സിലബസിലുണ്ടാവില്ല. ഇല്ല, സിലബസ് നോക്കട്ടെ ഒരു സെക്കൻഡ്. ജർമ്മനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലണ്ടും ജർമ്മനിയും ഡെൻമാർക്കും ഉള്ള. ജർമ്മനി ഉണ്ട്. ജർമ്മനി പഠിപ്പിക്കും. ജർമ്മനി ക്രെഡിറ്റ് അത് പഠിപ്പിക്കും. അപ്പൊ ജർമ്മൻ ക്രെഡിറ്റ് 2 രൂപത്തിലാണ്. ഒന്ന് റൂറൽ ക്രെഡിറ്റും അർബൻ ക്രെഡിറ്റും. റൂറൽ ക്രെഡിറ്റിന്റെ പിതാവാണ് റൈഫീസൺ, അർബൻ ക്രെഡിറ്റിന്റെ പിതാവാണ് ഷൂൾസ്. ഓർത്തിരുന്നാൽ മതി. 6 എന്ന് പറഞ്ഞാൽ റൂറൽ ക്രെഡിറ്റ്. ലോകത്തിലെ റൂറൽ സംഘത്തിന്റെ പിതാവ് R4 റൈഫീസൺ ആണ്. അതുകൊണ്ട് അർബൻ ബാങ്കിന്റെ പിതാവ് ഷൂൾസ് ആണ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. 6 12 അല്ല. റൂറൽ ക്രെഡിറ്റിന്റെ പിതാവ് റൈഫീസണും അർബൻ ക്രെഡിറ്റിന്റെ പിതാവ് ഷൂൾസും. രണ്ടുപേരും ജർമ്മനിക്കാരാണ്. ജർമ്മനിയിലെ സഹകാരികളാണ്, കോപ്പറേറ്റേഴ്സ് ആണ്. അങ്ങനെ 3 സെറ്റ് പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ഈ 3 സെറ്റ് പ്രിൻസിപ്പിൾ പട്ടണ പ്രദേശത്തല്ല ഈ അർബൻ സംഘങ്ങള്. അത് തന്നെ അർബൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതുകൊണ്ട് ലോകത്തിലെ അർബൻ ബാങ്കിന്റെ പിതാവാണ് ഷൂൾസ്, ലോകത്തിലെ റൂറൽ ബാങ്കിന്റെ പിതാവാണ് റൈഫീസ്. രണ്ടുപേരും ജർമ്മനിക്കാരാണ്. പിടിയിടിയാ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അതുകൊണ്ട് ലോകത്തിൽ ഇപ്പൊ എത്ര സെറ്റ് പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 4 നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. പക്ഷെ ICAയുടെ എത്ര സെറ്റ് പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 3. 37, 66, 95 അത്രേ ഉള്ളൂ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അല്ലാതെ വലിയതായിട്ട് കയറി നോക്കേണ്ട കാര്യമൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം, അത്രേ ഉള്ളൂ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. പിന്നെ വേറെ ഏത് ടോപ്പിക്കാണ് പഠിപ്പിച്ചേ? ഇന്ത്യയിലെ സഹകരണ ചരിത്രം പഠിപ്പിച്ച 904 ആക്ട് വരുന്ന കാര്യം കുറച്ച് പഠിപ്പിച്ചോ? അത് തീർന്നില്ലേ? ഇല്ല, അത് 1904, 1912, പിന്നെ 1969 നമ്മളെ കേരളത്തിലേക്ക് വന്ന കൊല്ലം 50 അങ്ങനെ കേരളത്തില് വന്ന. അത് എങ്ങനെ വന്നു? തിരുക്കൊച്ചി, അതുപോലെ തിരുക്കൊച്ചി വന്നിട്ടില്ല, കൊച്ചിന്റെയും തിരുവിതാംകൂറിന്റെയും പ്രത്യേകതകള് അതൊക്കെ പഠിപ്പിച്ചു. അല്ല, 904 ആക്ട് വന്ന പഠിപ്പിച്ചു. ദിവാൻ രാജഗോപാലാചാര്യ അല്ല. ഞാൻ ചോദിച്ചല്ലോ സാറേ, ഈ രാജഗോപാലാചാര്യ അല്ല, കൃഷ്ണൻ നായരാണെന്ന് 1914 വന്നപ്പോ ഒന്ന് കൃഷ്ണൻ നായരും അത് രാജഗോപാലാചാര്യക്ക് രണ്ടിലും കൊണ്ടുവരാനേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലേ?
അല്ല, രണ്ടും രാജഗോപാലാചാരി. എന്താന്ന് ചോദിച്ചാൽ 1913 കൊച്ചിയിൽ സഹകരണ നിയമം വന്നത്. ആ സമയത്ത് കൊച്ചിയിലെ ദിവാനായിരുന്നു രാജഗോപാലാചാരി. അദ്ദേഹത്തെ തിരുവിതാംകൂറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. മനസ്സിലായോ? അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് തിരുവിതാംകൂറിൽ വന്നിട്ട് അതേ മോഡൽ നിയമം ഇവിടെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് കൊച്ചിൻ നിയമത്തിന്റെയും തിരുവിതാംകൂർ നിയമത്തിന്റെയും മുഖ്യ ഏതാ സാറ് പഠിപ്പിച്ചത് വേറെ പേരുകളാണ്. ഈ രാജഗോപാലാചാരി വന്നു, പക്ഷേ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ മറ്റവർക്കാണെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉത്തരം രാജഗോപാലാചാരി ആവില്ല എന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് കറക്റ്റ് ആക്കി തരണേ സാർ. പറയാം. മിക്കവാറും ഏത് നിയമത്തിന്റെ കാര്യമാണ് പറഞ്ഞ? എവിടത്തെയാ? കൊച്ചിയുടെയും തിരുവിതാംകൂറിന്റെയും രണ്ടാൾക്കാരാണ്. തിരുവിതാംകൂറിന്റെ കൃഷ്ണൻ നായരാണ് എന്നാ പറഞ്ഞത്. കൊച്ചിയുടെ കൊച്ചിയിലെ മാറ്റമൊന്നുമില്ല. ദിവാൻ രാജഗോപാലാചാരി തന്നെ, മാറ്റമൊന്നും അല്ല. അതും അല്ല എന്നാ പറഞ്ഞത്. അതിപ്പോ വേറൊരു പേര് ഞാൻ കണ്ടിരുന്നു. ഇപ്പോ വേറെ ആരെങ്കിലും പറയോ പ്ലീസ്? ഏതാ? കൊച്ചിയുടെ വേറെ ആളാണല്ലോ. എനിക്ക് കിട്ടുന്നില്ല സാർ. വേറെ ബാനർജി എന്നാ പറഞ്ഞു. ബാനർജി. അതെ, ബാനർജി. കൊച്ചിയിലെ ബാനർജിയാ. അത് ദിവാൻ ആയിരുന്നു ആ സമയത്ത്. ശരിയാ. ചീഫ് ആർക്കിടെക്ട്, നമ്മളെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് രാജഗോപാലാചാര്യ തന്നെയാണ്. നമുക്ക് എന്തായാലും ക്ലാരിഫൈ ചെയ്യാം. കുഴപ്പമില്ല, അത് ക്ലാരിഫൈ ചെയ്യാം. വരട്ടെ. ഞാൻ ചോദിച്ചതല്ല, 1904 ആക്ട് വരുന്ന ചരിത്രം പഠിപ്പിച്ചായിരുന്ന 874 ഡെക്കാൻ ലഹള അതൊക്കെ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ചോദിച്ചാൽ പഠിച്ചു കാണുമല്ലോ. ഡെക്കാൻ ലഹള എന്നാ? അല്ല, ഡെക്കാൻ ലഹള 1879. 1874. ഏതാ? അത് പഠിപ്പിച്ചില്ലേ? ഇല്ല, അതൊക്കെ പഠിപ്പിച്ചിട്ടില്ല. കുറിച്ചൊന്നും പഠിപ്പിച്ചിട്ടില്ല. കമ്മിറ്റി രൂപീകരിച്ചു എന്നൊക്കെ പറഞ്ഞു. 1879 ഡെക്കാൻ കർഷകരെ സഹായിക്കാൻ ഒരു നിയമം കൊണ്ടുവന്നു. ശരി, പഠിപ്പിച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം എളുപ്പത്തിൽ. ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ അത് പിടിയിട്ടു. അതായത് നമ്മളെ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം, അതിനിടയ്ക്ക് സംശയം ഉണ്ടോ ചോദിച്ചോ. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം എന്ന് പറഞ്ഞാൽ 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം എന്ന് പറഞ്ഞാൽ 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. ഈ ആക്ട് എനാക്ട് ചെയ്തത് നിർമ്മിക്കുക. ഈ നിയമം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കാര്യം അന്ന് ഇന്ത്യ ബ്രിട്ടീഷ് റൂളിലാണ്. ബ്രിട്ടീഷുകാർ സ്വമേധയാ ഒരു നിയമനിർമ്മാണത്തിന് തുനിഞ്ഞതാണെന്ന് ചോദിച്ചാൽ അല്ല. ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ചില സാഹചര്യങ്ങള് അവരെ നിർബന്ധിപ്പിച്ചു ഒരു നിയമനിർമ്മാണം നടത്താൻ. അങ്ങനെയാണ് ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നു എന്തായിരുന്നു 1904 കാലഘട്ടത്തിന് മുമ്പ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന സാഹചര്യം. അതാണ് നമ്മൾ ഫ്ലാഷ് ബാക്കി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ആ സമയത്ത് ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയായിരുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ ഭൂരിഭാഗം ആൾക്കാരും കർഷകര്, കൈത്തൊഴിലുകാര്, പരിമിത വരുമാനക്കാർ, ഈ 3 വിഭാഗം ആൾക്കാരായിരുന്നു. കർഷകര്, കൈത്തൊഴിലുകാർ, പരിമിത വരുമാനക്കാർ, ഈ 3 വിഭാഗം ആൾക്കാരായിരുന്നു ഇന്ത്യൻ ഇക്കോണമിയിൽ ഭൂരിഭാഗവും. പക്ഷെ അവർക്ക് ഒരു ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റ് ഒരു സംവിധാനവും ഇല്ല. ഏക ആശ്രയം മണി ലെൻഡേഴ്സ്, ഇന്നത്തെ മുത്തൂറ്റും മണപ്പുറം ഗോൾഡും പോലെയുള്ള ആൾക്കാർ മാത്രം. ഇത് കർഷകരുടെ, കൈത്തൊഴിലുകാരുടെ, പരിമിത വരുമാനക്കാരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് ആൾക്കാരുടെ പ്രതിഷേധം സമരത്തിന്റെയും ലഹളകളുടെയും വിപ്ലവത്തിന്റെയും രൂപത്തിലായി. അങ്ങനെ ആദ്യമായിട്ട് 1874 ഡെക്കാൻ ലഹള നടന്നു. ഡെക്കാണിലെ കർഷക മുന്നേറ്റം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ തങ്കലിപികളിലാണ് ഈ ഡെക്കാൻ റൈറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ 1874 ഡെക്കാൻ ലഹള വന്നു. തുടർന്ന് 1875 പൂന
അഹമ്മദ് നഗറിലും വിപ്ലവം നടന്നു. ഏത് വിപ്ലവം? കർഷക വിപ്ലവം. എന്തിനെതിരെ? ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ. നമുക്ക് ലോൺ എടുക്കാൻ, കർഷകരെ, കൈത്തൊഴിലുകാരെ, പരിമിത വരുമാനക്കാരെ സഹായിക്കാൻ ഒരു സംവിധാനവും ഇല്ല. അങ്ങനെ 1876 ഡെക്കാൻ ലഹള നടന്നു. തൊട്ടടുത്ത വർഷം 875 പൂന അഹമ്മദ് നഗറിലും വിപ്ലവം നടന്നു. അങ്ങനെ നടന്നപ്പോഴ് നമ്മുടെ മലയാളത്തിൽ പറയുന്ന പോലെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളു എന്ന് പറയുന്നത് പോലെ അതുവരെ ശ്രദ്ധിക്കാതിരുന്ന ബ്രിട്ടീഷുകാര് ഈ മേഖലയിലേക്ക് പതുക്കെ ശ്രദ്ധ തിരിച്ചു. എന്നിട്ട് 3 ആശ്വാസ നിയമങ്ങൾ പാസ്സാക്കി. സഹകരണ നിയമങ്ങളല്ല, ആശ്വാസ നിയമങ്ങൾ. അതാണ് നമ്മുടെ ഒരു മാഡം പറഞ്ഞ 1879 ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ഒന്നാമത്തെ ഏതാ? 1879 ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. രണ്ടാമത്തത് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട് 1883. ചോദിച്ചോ. ലൈല എന്ന് പറയുന്നതാണോ സാറേ അത്? ഏതേതാ? ലാൻഡ് ഇംപ്രൂവ്മെന്റ് അഗ്രികൾച്ചർ ആക്ട്. LAND ഭൂമി. LAND ഭൂമി. L ഫോർ ലാൻഡ്, L ഫോർ ലോങ്. ഓർത്തിരിക്കുക. L ഫോർ ലാൻഡ്, L ഫോർ ലോങ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട് അനുസരിച്ച് ദീർഘകാല വായ്പയാ കൊടുക്കുന്നത്. അതാ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ദീർഘകാല വായ്പ കൊടുക്കുന്നതിന് വേണ്ടി ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട് 1883. കൂടാതെ മൂന്നാമത്തത് അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884. ഇങ്ങനെ 3 നിയമം പാസ്സാക്കി. ഏതൊക്കെ? 1879 ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്, 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട്, ലോങ് ടൈം ലോൺ കൊടുക്കാൻ, L ഫോർ ലാൻഡ്, L ഫോർ ലോങ് എന്ന് ഓർത്തിരുന്നാൽ മതി. 884 അഗ്രികൾച്ചറൽ ലോൺ ആക്ട്, ഷോർട്ട് ടൈം മീഡിയം ടൈം ലോൺ കൊടുക്കാൻ അഗ്രികൾച്ചറൽ ലോൺ ആക്ടും, ദീർഘകാല വായ്പ കൊടുക്കാൻ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട്. ഇങ്ങനെ 3 നിയമങ്ങൾ പാസ്സാക്കി. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ആശ്വാസ നിയമമാണേ. അവസാനത്തെ 2 നിയമം ഏതാ? ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട് 883 അഗ്രികൾച്ചർ ലോൺ ആക്ട് 884. രണ്ടിനെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് തക്കാവി ലാസ്. തക്കാവി നിയമം. തക്കാവി മീൻസ് ഗവൺമെന്റ്. ഈ നിയമം അനുസരിച്ച് നൽകപ്പെടുന്ന വായ്പകളെ തക്കാവി ലോൺസ്. ഈ നിയമത്തെ തക്കാവി നിയമം. ഈ നിയമം അനുസരിച്ച് നൽകപ്പെടുന്ന വായ്പകളെ തക്കാവി ലോൺസ്. അങ്ങനെ 1883 84 നിയമം പാസ്സാക്കി. തൊട്ട് മുമ്പ് 879 ഡെക്കാണിലാണല്ലോ കർഷക മുന്നേറ്റം തുടങ്ങിയത്. അതുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് ഡെക്കാൻ കാർഷിക കടാശ്വാസ നിയമവും പാസ്സാക്കി. ഈ 3 നിയമം ബ്രിട്ടീഷുകാർ പാസ്സാക്കിയിട്ട് സാഹചര്യം എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തി. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ പ്രോഗ്രസീവ്. ആ നില ഒട്ടും മെച്ചപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ കർഷകരുടെ, കൈത്തൊഴിലുകാരുടെ, പരിമിത വരുമാനക്കാരുടെ സ്ഥിതി പണ്ടത്തെ പോലെ തന്നെ. എന്ന് പറഞ്ഞാൽ ഈ 3 ആശ്വാസ നിയമങ്ങളും അമ്പേ പരാജയമായിരുന്നു. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് ബ്രിട്ടീഷുകാര് മറ്റൊരു പരിഹാര മാർഗത്തെ കുറിച്ച് ചിന്തിച്ചു. ആ സമയത്താണ് നമ്മുടെ ഇംഗ്ലണ്ടിൽ റോബർട്ട് ഓവനും ജർമ്മനിയിൽ ഷൂൾസും റൈഫീസണും നട്ടുവളർത്തുന്ന പ്രസ്ഥാനമുണ്ട്, നമ്മുടെ സഹകരണ പ്രസ്ഥാനം. അന്ന് ലോകത്ത് ക്യാപിറ്റലിസത്തിനും സോഷ്യലിസത്തിനും ബദലായി വരുന്ന സഹകരണ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കണം. ആ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ മണ്ണിൽ സാധ്യതയുണ്ടോ എന്നറിയണം. അങ്ങനെ 1892 അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് സർ ഫ്രെഡറിക് നിക്കോൾസൺ എന്ന് പറയുന്ന മദ്രാസിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനും ഇന്ത്യൻ സിവിൽ സർവീസ് ICS ഉദ്യോഗസ്ഥനുമായിട്ടുള്ള നമ്മുടെ ഫ്രെഡറിക് നിക്കോൾസനെ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഡെപ്യൂട്ടി ചെയ്തു. അദ്ദേഹത്തിൽ അർപ്പിതമായ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് ഇന്ത്യൻ മണ്ണിൽ ഈ പ്രസ്ഥാനത്തിന് സാധ്യതയുണ്ടോ എന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇത്രയുള്ള അദ്ദേഹത്തിൽ അർപ്പിതമായ ചുമതല. അങ്ങനെ 1892 നിക്കോൾസനെ നിയമിച്ചു. നിക്കോൾസൺ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് 2 വോളിയമായിട്ടാണ് സമർപ്പിച്ചത്. അവസാനത്തെ വോളിയം സമർപ്പിച്ചത് 1899. ഇങ്ങനെ 1899 അദ്ദേഹത്തിന്റെ ഫൈനൽ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ജർമ്മനിയിലെ മാതൃക തുടരണം. എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ റൂറൽ സംഘത്തിന്റെ പിതാവായിട്ടുള്ള റൈഫീസനെ മാതൃകയാക്കണം. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ചുരുക്കുന്നത് ഒരു ഫേമസ് കൊട്ടേഷനോട് കൂടിയിട്ടാണ്. ലോക പ്രശസ്തമായ കൊട്ടേഷൻ ആരുടെയാണെന്ന് നിങ്ങളോട് ചോദിക്കും. ആ കൊട്ടേഷനാണ് ഫൈൻഡ് റൈഫീസൺ.
ഫൈൻഡ് റൈഫീസനെ കണ്ടെത്തൂ, റൈഫീസനെ കണ്ടുപിടിക്കൂ. നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാർ പറയുന്നത് റെഡി അവളെ കണ്ടുപിടിക്കുക, അല്ലേടാ അവനെ കണ്ടുപിടിക്കുക. എന്ന് പറയുന്നുള്ള റൈഫീസനെ കണ്ടെത്തൂ, റൈഫീസനെ കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞത്. 1899 അങ്ങനെ റൈഫീസന്റെ റിപ്പോർട്ട് വന്നു. ഒന്നാമത്തെ കാര്യം അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹകരണ പ്രസ്ഥാനം ആരംഭിക്കണം. എത്ര മനസ്സിലായി? ബ്രിട്ടീഷുകാരുടെ മുമ്പിലെത്തി. ബ്രിട്ടീഷുകാർ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞവൻ പറഞ്ഞു പഠിക്കട്ടെ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് മാറ്റിവെച്ചു. തൊട്ടടുത്ത വർഷം 1900, അടുത്ത വർഷം 1900 ഒരു ബുക്ക് ഇറങ്ങി, ബുക്ക് പബ്ലിഷ് ചെയ്തു. ബുക്കിന്റെ ഇതിവൃത്തം ഇതാണ്, മനസ്സിലായി? ഒരു ഗ്രാമം, കഥ തുടരുന്നു. ആ ഗ്രാമത്തില് ബാങ്കിങ് സേവനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഗ്രാമീണർ. കഥ തുടങ്ങുകയാണ്. ആ ഗ്രാമത്തില് ബാങ്കിങ് സേവനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഗ്രാമീണർ, അവരുടെ ഇടയിലേക്ക് അതിഥിയായി ഒരു ബാങ്ക് എത്തുന്നു. ഗ്രാമീണരുടെ വായ്പാ ആവശ്യങ്ങൾ തൊട്ടറിഞ്ഞുകൊണ്ട് ബാങ്ക് വായ്പ കൊടുക്കും. ബാങ്ക് വായ്പ ദുരുപയോഗം ചെയ്യാത്ത ഗ്രാമീണര് ആ ഗ്രാമത്തിന്റെ സർവ്വതോന്മുഖമായ പുരോഗതി നേടിയെടുക്കുന്നു. ഇത്രയുള്ള കഥ. ആ ബുക്കിന്റെ പേരാണ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. ബുക്കിന്റെ ആദറാണ് ഡ്യൂപ്പർനെക്സ്. ഡ്യൂപ്പർനെക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ബുക്കിന്റെ ഓദർ. ബുക്ക് എഴുതിയിരിക്കുന്ന ഡ്യൂപ്പർനെക്സ് ആണ്. ബുക്കിന്റെ പേരാണ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. 1900 ആണ്ടിലാണ്. ഇയർ ഒന്നും ചോദിക്കത്തില്ല. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എഴുതിയാരാന്ന് ചോദിക്കും, ഡ്യൂപ്പർനെക്സ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെ 1900 ഈ ബുക്ക് ഇറങ്ങി. തൊട്ടടുത്ത വർഷം 1901 ബംഗാൾ ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ബംഗാൾ ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ഈ റിപ്പോർട്ടില് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കണം. വായ്പാ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കണം, സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കണം എന്ന് തന്നെയാണ് 1901 ബംഗാൾ ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത്. അപ്പൊ 899 നിക്കോൾസന്റെ റിപ്പോർട്ട്, 900 ആണ്ടിലെ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്നുള്ള ബുക്കിലെ കണ്ടന്റ്, 1901 ബംഗാൾ ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ട്. ഈ മൂന്ന് കാര്യങ്ങളും ഒരേ കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആ അവസ്ഥ ഒഴിവാക്കാൻ സഹകരണ പ്രസ്ഥാനം ആരംഭിക്കണം. എത്രയുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് 1901 തന്നെ ബ്രിട്ടീഷുകാര് ഒരു 3 അംഗ കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. കമ്മിറ്റിയുടെ ചെയർമാൻ പേരിൽ തന്നെ നിയമമുള്ള നിയമവിദഗ്ധൻ എഡ്വേർഡ് ലോ. ആരാണ്? എഡ്വേർഡ് ലോ. ബാക്കി രണ്ടുപേരെ നിങ്ങൾ അറിയും, നെക്സ് ആൻഡ് നിക്കോൾസൺ. ബാക്കി രണ്ടുപേര് ഫ്രെഡറിക് നിക്കോൾസണും ഡ്യൂപ്പർനെക്സുവാ. ഇങ്ങനെ 3 അംഗ കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചിട്ട് ഈ കമ്മിറ്റിയെ ഫേമസ് ആയിട്ട് ഒരു പേര് വിളിക്കും, ലോ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ. ആരാ ലോ കമ്മിറ്റി ഓൺ കോർപ്പറേഷന്റെ ചെയർമാൻ? എഡ്വേർഡ് ലോ. ലോ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 3 പേര്. ബാക്കി 2 പേര് ആരൊക്കെയാ? നെക്സും നിക്കോൾസണും. ആരാ നെക്സ്? ഡ്യൂപ്പർനെക്സ്. ആരാ നിക്കോൾസൺ? ഫ്രെഡറിക് നിക്കോൾസൺ. ഇങ്ങനെ 3 അംഗ കമ്മിറ്റിയുടെ ശുപാർശ പരിഗണിച്ചിട്ട് 25/3/1904 ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യത്തെ നിയമം കൊണ്ടുവന്നു. എന്റെ പേര് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റേഴ്സ് സൊസൈറ്റീസ് ആക്ട് 1904. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റേഴ്സ് സൊസൈറ്റീസ് ആക്ട് 1904. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റേഴ്സ് സൊസൈറ്റീസ് ആക്ട് 1904 വെറും 29 സെക്ഷൻ മാത്രമുള്ള ഒരു കുഞ്ഞൻ നിയമം. വെറും 29 സെക്ഷൻ മാത്രമുള്ള കുഞ്ഞൻ നിയമം. ഇത്രയേ ഉള്ളൂ 1904 ആക്ട് വരുന്ന ചരിത്രം. ഇതിനകത്തങ്ങ് ഒരു കുന്തവും ഇല്ല. ഇത്രയേ ഉള്ളൂ. എന്റെ പോയിന്റുകൾ ഞാനൊന്ന് പറയുന്നു. 874 ഡെക്കാൻ ലഹള, 875 പൂന അഹമ്മദ് നഗറിൽ നടന്ന വിപ്ലവം, 1879 ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട്, 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട്, ലോങ് ടൈം ലോൺസ്, 1884 അഗ്രികൾച്ചർ ലോൺ ആക്ട്, ഷോർട്ട് ടൈം മീഡിയം ടൈം. 883 നിയമത്തെ 84 നിയമത്തെ ഒരുമിച്ച് വിളിക്കുന്നു തക്കാവി. തക്കാവി മീൻസ് ഗവൺമെന്റ്, അതാണ് ഗവൺമെന്റ് നിയമം. ഇതനുസരിച്ച് നൽകപ്പെടുന്ന വായ്പകളെ വിളിക്കുന്നു തക്കാവി ലോൺസ്. പിന്നീട് 1892 മദ്രാസ് ഗവൺമെന്റ് ഡെപ്യൂട്ട് ചെയ്യുന്നു നമ്മുടെ നിക്കോൾസനെ. നിക്കോൾസൺ ആരാ? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തലവനും ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുമാ. അപ്പം അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് 1899 വരുന്നു. 899
ആ റിപ്പോർട്ടിൽ എന്ത് പറയുന്നു? ഫൈൻഡ് റൈഫീസൺ. 1900 ആണ്ടിൽ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്നുള്ള ഡ്യൂപ്പർനെക്സിന്റെ ബുക്ക് വരുന്നു. ബുക്കിന്റെ ഇതിവൃത്തം ഇത് തന്നെ. ഞാൻ കഥ പറഞ്ഞു, വീണ്ടും കഥ പറയേണ്ട കാര്യമില്ല. ഇതാണ് 1901 ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് 3 അംഗ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നു. കമ്മിറ്റിയുടെ ചെയർമാൻ എഡ്വേർഡ് ലോ, ബാക്കിയുള്ള 2 അംഗങ്ങൾ നെക്സും നിക്കോൾസണും. കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചിട്ട് 25/3/1904 ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമം പാസാക്കി. എന്റെ പേരാണ് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. വെറും 29 സെക്ഷൻ മാത്രമുള്ള കുഞ്ഞൻ നിയമം. ഇത്രയേ ഉള്ളൂ. ചോദ്യ സംശയം ഇത്രയേ ഉള്ളൂ. അല്ല, അതിനകത്ത് ഒരു കുന്തവും ഇല്ല. ഇത്ര കാര്യമേ ഉള്ളൂ. എത്ര പോയിന്റ് പഠിച്ചാൽ അല്ല, ചുമ്മാ കിടന്ന് പഠിക്കുകയൊന്നും വേണ്ട. ഇടിയ അത്രേ ഉള്ളൂ. എല്ലാം അതിനകത്തൊന്നും ഒന്നുമില്ല. ചുമ്മാ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് എന്തോ ഇരിക്കുന്നത്? 4, 3, 7 പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ പരീക്ഷ നടത്തിയാൽ നിങ്ങൾക്ക് ജയിക്കാവുന്നേ ഉള്ളൂ. അല്ല, ഇനി പരീക്ഷ വലുതായിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ആയിക്കോട്ടെ. വേറെ ഏതാ സംശയം? നമുക്ക് ഇടയ്ക്ക് കയറാം. വേറെ ഏതാ നിങ്ങളിപ്പോ 9:30 നിങ്ങൾ പോകുമെന്നാ പറഞ്ഞു. ശരി, നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. അടുത്ത ദിവസമാട്ടെ. ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ. ഈ കേക്കാം സാറേ, നമ്മുടെ ഈ മൈനർ അക്കൗണ്ട് സംബന്ധിച്ച് ഒന്ന് പറയാൻ പറ്റുമോ സാറേ? മൈനർ അക്കൗണ്ടോ? മൈനർ അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള റൂൾസ് ആണ് അതോ? അല്ല, മൈനർ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന പ്രായപരിധി 10 വയസ്സാണ്. അതിന് മുമ്പുള്ള മൈനർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അതിന് മുമ്പുള്ളവർക്ക് 10 വയസ്സിൽ മൈനർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മൈനർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മജോറിറ്റി ആക്ട് അനുസരിച്ച് പേഴ്സൺ ബിലോ 18 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് മൈനർ. പക്ഷെ നമ്മുടെ ബാങ്കിന്റെ കേസിൽ, മൈനർ അക്കൗണ്ടിന്റെ കേസിൽ 10 വയസ്സുള്ള ആളിന് മൈനർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതായത് അതിൽ താഴെയുള്ളവർക്ക് ഓപ്പൺ ചെയ്യാവുന്നതാ ചോദിച്ചേ? അതിൽ താഴെയുള്ളവർക്ക് ഓപ്പൺ ചെയ്യാവുന്ന, അത് ഗാർഡിയന്റെ സഹായത്തോടു കൂടി മാത്രം ഉണ്ടെന്നൊരു ക്ലോസ് ഉണ്ട്. അതൊന്നുകൂടെ നോക്കേണ്ടി വരും. നോക്കിട്ടെ പറയാം. ചോദിച്ചോ. മൈനർ ആയ ഒരു കുട്ടി ജനിച്ചു, അയാളുടെ അച്ഛന് അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അയാൾ മൈനറാണ്. അപ്പൊ അച്ഛന്റെ അമ്മയുടെയും സ്വത്തുക്കള് ആ മൈനർക്ക് പോവും. അല്ല, അച്ഛന്റെ അമ്മയുടെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ വെച്ചിരിക്കുന്ന സ്വത്തിന്റെ കാര്യമാണോ പറയുന്നത്? ബാങ്കിൽ വെച്ചിരിക്കുന്ന പൈസ മൈനറുടെ ആണ്. അപ്പൊ മൈനർക്ക് അക്കൗണ്ട് അപ്പോഴും ഉണ്ടാവും. ഹലോ ഹലോ സർ. 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള ഏത് വ്യക്തിക്കും അക്കൗണ്ട് തുടങ്ങാം. പക്ഷെ 10 വയസ്സ് കഴിഞ്ഞാലേ ഓപ്പറേറ്റ്, അത് ഓപ്പൺ അല്ല, ഓപ്പറേറ്റ് അല്ലേ സർ? ഓപ്പറേറ്റ് ചെയ്യാൻ 10 വയസ്സ് വിദ്യാഭ്യാസവും എഴുത്തും വായനയും 10 വയസ്സും കഴിയണം എന്നല്ലേ അതിന്റെ യഥാർത്ഥത്തിൽ അർത്ഥം? മൈനർ അക്കൗണ്ടിന്റെ കേസിൽ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ മൈനർ അക്കൗണ്ടിന്റെ കേസില് ഈ പറഞ്ഞ പോലെ ഗാർഡിയന്റെ സഹായത്തോട് കൂടിയിട്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. വേറെ സാറ് പഠിപ്പിച്ചപ്പോ 10 വയസ്സെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇവിടെ പലരും എടുത്തിട്ടുള്ളത് 10 വയസ്സിലെ ഓപ്പൺ ചെയ്യാവൂന്നാണ് അവിടെ എടുത്തിട്ടുള്ളത്. അത് തെറ്റല്ലേ സാർ? 10 വയസ്സിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ആ കേസില്, മൈനറിന്റെ കേസിൽ അവർക്ക് ഈ നമ്മുടെ KYCയുടെ കേസ് പോലെ അവർക്ക് മൈനറിന്റെ ആധാറും വേണം, ബർത്ത് സർട്ടിഫിക്കറ്റും വേണം. അതുപോലെ ഗാർഡിയന്റെ പ്രൂഫോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗാർഡിയന്റെ പാനോ വേണം, പെർമനന്റ് അക്കൗണ്ട് വേണം, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, ഇൻകം ടാക്സ് കൊടുക്കുന്ന അതും വേണം. ഇത്തരം കേസിലാണ് അവരെ കൊണ്ട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നത്. 10 വയസ്സ് മുതൽ സ്വന്തമായി അക്കൗണ്ട് തുടങ്ങാന്നല്ലേ സാറ് പറഞ്ഞത്? 18 വയസ്സ് വരെ മൈനറാണ്, ഗാർഡിയൻ വെച്ച് അക്കൗണ്ട് തുടങ്ങാം. പക്ഷെ 10 വയസ്സ് മുതൽ സ്വന്തമായി ഒരു കുട്ടിക്ക് തുടങ്ങാന്നല്ലേ സാർ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്? ഞാനായിരിക്കത്തില്ല. അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ 10 വയസ്സിന് ശേഷം എന്നാണ് പറഞ്ഞത്, ഓപ്പൺ ചെയ്യണമല്ല. 10 വയസ്സ് തൊട്ട് ജനറലി അത് പറ്റുമെന്ന് തന്നെയാണ്. 10 വയസ്സ് തൊട്ട് ഓപ്പൺ ചെയ്യാം. 10 വയസ്സ് തൊട്ട് ഓപ്പൺ ചെയ്യാം. ക്ലാരിറ്റി ആക്കി തന്നാൽ മതി സാറേ. ഏതാ
10 വയസ്സോട് ഓപ്പൺ ചെയ്യാൻ മാറ്റമൊന്നുമില്ല, അതറിയാം. കാര്യം ഇപ്പൊ നമ്മുടെ കേരള ബാങ്കിൽ തന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഉണ്ട്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള. അത് എല്ലാ പേരെയും നമ്മൾ ഓപ്പൺ ചെയ്യിക്കുന്നുണ്ട്. കേരള ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള, മനസ്സിലായോ? പക്ഷെ ബാക്കി കേസിൽ ഈ പറഞ്ഞ പോലെ 10 വയസ്സായാലേ പറ്റും. അതിന്റെ കണ്ടീഷൻസ് ഒക്കെ ആണെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. അടുത്ത ദിവസം മറ്റോ പറയാം. സാർ ഒറ്റ ഡൗട്ട്, ഞങ്ങള് സൊസൈറ്റിയിൽ മംഗലിനി നിക്ഷേപം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെ അല്ലെങ്കിൽ 25 വയസ്സ് വരെ 2 വയസ്സും പ്രായമായ കുട്ടികൾക്ക് വരെ അക്കൗണ്ട് തുടങ്ങാന്നാ പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ? തുടങ്ങുമെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് തുടങ്ങി നമ്മളെ ഡിപ്പോസിറ്റ് പൈസ ചെറിയ സമ്പാദ്യം പിടിക്കുന്നതല്ല ഉള്ളു. അവർ ഓപ്പറേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല 18 വയസ്സാവണം. 18 വയസ്സാവണം. അവർ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗാർഡിയന്റെ റോള് വേണം. പാരന്റിന്റെ സമ്മതത്തോടെ കൂടി 18 വയസ്സാകുമ്പോൾ തുടങ്ങാം, എടുക്കാം. മനസ്സിലായി. ഓ ശരി, ക്ലിയർ ആയി. ലാസ്റ്റ് പറഞ്ഞത് 1904 29 സെക്ഷനുള്ള അതിന്റെ പേര് കോപ്പറേറ്റീവ്. 29 സെക്ഷൻ ഉള്ളത് 1904 വന്നത് ഒരു ഇതില്ല. അപ്പൊ അതിന്റെ പേര് പറഞ്ഞു, കോപ്പറേറ്റീവ് ഫുൾ നെയിം അത് കേട്ടില്ല. നെറ്റിന്റെ ഇന്ത്യയിലെ ഈ ആദ്യത്തെ സഹകരണ നിയമത്തിന്റെ കാര്യമാണ് മാഡം ചോദിച്ചത്. അതെ, ലാസ്റ്റ് സാർ പറഞ്ഞില്ലേ 29 നമ്മുടെ നിയമത്തിന്റെ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമത്തിന്റെ പേരാണ് ചോദിച്ചത്. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്നാ. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 1904. ഓക്കെ. എന്റെ പോരായ്മ ഒഴിവാക്കുന്നതിനാണ് 12 നിയമം കൊണ്ടുവന്നത്. 1904 ആക്ടിന്റെ പോരായ്മ ഒഴിവാക്കാനാണ് 12 നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നീട് സംശയമുള്ളപ്പം പറയാം. ഓക്കെ സർ, താങ്ക് യു സർ. നിങ്ങളിപ്പം ശരി. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു.